السلام عليكم ورحمة الله وبركاته. إن الحمد لله والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب. الرب يغضب إن تركت سؤاله وبني آدم حين يسأل يغضب. പിരിസത്തോ സഹോദര സഹോദരിമാർ, ഹിരിയായങ്ങളെ, നിന്റെ പ്രസംഗ ചുറ്റുഭാഗത്തിൽ നിന്ന് ശ്രദ്ധിക്കുന്നതായ സഹോദരന്മാരെ, സർവലോക സൃഷ്ടാവായ ഖാലിക്കും റാസിക്കും മലിക്കുൽ ജബ്ബാറായ അല്ലാഹുറോ നിയമ നിർദ്ദേശ ജീവനത്തുറോ എല്ലാ സന്ദർഭത്തിലും മരിക്കുന്നിടത്തോളം കാത്തു സൂക്ഷിക്കുകയും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഹിദായത്തിൽ നിലനിൽക്കുകയും ഹിദായത്തിൽ മരിക്കുകയുള്ളതായ സൗഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ സഹോദര സഹോദരിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്ത് കൊടുത്തു അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെയും സുഖലോക ഭവന ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒട്ടിಗೆ ಸೇರಗುಳ್ಳದಾയ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. സഹോദര സഹോദരിമാരെ, ലോകത്തിൽ പരിശുദ്ധമായ ഇസ്ലാം അല്ലാത്ത ചെമ്മെ മനുഷ്യനിർമ്മിതമായ മത ಸಂಘಟನೆ ನನಗೆ ಕಾಣೋಗೂ ಸಾಧ್ಯ.
അതിൽ നിന്ന് വ്യത്യസ്തമായി തിക്കറ് പരിശുദ്ധമായ ഇസ്ലാം. കാരണം ഇസ്ലാം അള്ളാഹുരെ ദീനായി തിക്കറ്. ആ അള്ളാഹുരെ ദീനറോ ഒരു അറുഫുരത്തര കൂട്ടുക കുറക്കുക ഒരാളും അധികാരമില്ല. ഇസ്ലാം അല്ലാത്ത ഏത് ഇന്നുണ്ടെങ്കിലും അത് മനുഷ്യ നിർമ്മിതമായി തിക്കറ്. കാലത്തുക്ക് തക്ക കോലത്തുക്ക് തക്ക സന്ദർഭത്തുക്ക് തക്ക അതിരങ്ങ ചേഞ്ചസ് ആക്കൃതായിട്ട് ഞങ്ങൾക്ക് കണ്ട്. ഇത് സത്യത്തിൽ ജൂത യഹൂദി നസറാനിമാരെ ഒരു വിശേഷ സ്വഭാവ ഗുണായിട്ട് അള്ളാഹു സൂറത്തു ബക്കറിൽ 2-ാമത്തെ അധ്യായ സൂറത്തുൽ ബക്കറോ 85-ാമത്തെ സൂക്തത്തില് ആയത്തില് അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കണ്ട്. ആ യഹൂദിമാർക്കുള്ളതായ ഒരു സ്വഭാവ, നസറാനിമാർക്കുള്ളതായ സ്വഭാവ അങ്ങനെ വേദഗ്രന്ഥത്തിൽ അങ്ക് ബേന്മായതുപോലെ സന്ദർഭത്തുക്ക് ഒത്തുത്തു കാലത്തുക്ക് ഒത്തുത്തു കൂട്ടിക്കൊണ്ടിരുന്നാറ്. അതേപോലെ അങ്ക് ബേന്മായതുപോലെ സന്ദർഭത്തുക്ക് കാലത്തുക്ക് ഒത്തുത്തു അതിനെ കുറച്ചുകൊണ്ടിരുന്നാറ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ വിഷയത്തില് അങ്ങൊട്ടിക്ക് കേൾക്കുന്നതായ ചോദ്യം നോക്കും. വിശുദ്ധ ഖുർആനിലെ പ്രതിയൊരു താക്കീതും മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് മാത്ര ബാധകായതല്ല, ഖിയാമത്ത് നാൾത്തോല ബണ്ടതായ പ്രതിയൊരു മനുഷ്യവർഗത്തും വിശുദ്ധമായ ഖുർആനൊരു നസ് ബാധകമായി തിക്കറേ. അങ്ങനെ ചില ആൾമാർ ഉപകരിച്ചു പോയിരാറ്. ബിദ്അത്തും ശിർക്കും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നിന്ന് ആയത്ത് ഓതുമ്പത്തുകു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഹദീസ് ഓതിത്ത് ചൊല്ലുമ്പത്തുകു അത് ഇണ്ടത്തെ ആൾമാർക്ക് ബാധകമായതല്ല, അത് ഞങ്ങൾക്ക് ബാധകമായതല്ല. അത് ബിംബത്തിന് ബുദ്ധുർ ആരാധിക്കുന്നതായ അബൂജഹലുകും ഉത്തുബത്തുകും ശൈബത്തുകും അവന്റെ കൂട്ടത്തെ ആൾമാർക്ക് മാത്ര ബാധകയത്തിക്കരേ. എന്ത് കയത്തിക്കര് ഞങ്ങളെ മേലിൽ നിങ്ങൾ വെച്ച് കെട്ടാറ് ചൊന്തു മുസ്ലിയാക്കന്മാർ കേൾക്കുന്നതായ ഒരു ചോദ്യം എത്തിക്കരേ. സത്യത്തിൽ അങ്കും പിടിയുണ്ടു. കാരണം എന്തോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും അതിക്ക് വ്യാഖ്യാനം എഴുതിയതായ മുഫസ്സിരീങ്ങളെ തഫ്സീർ പഠിച്ചങ്ങയത്തിക്കാറ്. ഹക്ക് പിടിയുന്നിട്ടും സത്യ പിടിയുന്നിട്ടും അതിനെ മറച്ചു വെച്ചിട്ട് ബാത്തിലരെ പ്രചരിപ്പിക്കുകയായിട്ട് ഹക്കരെ മൂടി വെക്കുന്നതായിത്തിക്കര് ഞങ്ങൾക്ക് കാണുക സാധ്യ. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനില് യഹൂദിമാരൊട്ടിಗೆ അങ്ങനെ വിഷയത്തിൽ കേൾക്കുന്നതായ ചോദ്യ അഫതുമിനൂന ബിബഅലിൽ കിതാബി വതക്ഫുറൂന ബിബഅൽ അഫതുമിനൂന ബിബഅലിൽ കിതാബ്. കിതാബിൽ നിന്ന് ഗ്രന്ഥത്തിൽ നിന്ന് വേദത്തിൽ നിന്ന് നിങ്ങൾ ചിലതിരോ കുറച്ച അത് മാത്രം നിങ്ങൾ വിശ്വസിക്കണമാ. നിങ്ങൾക്ക് ബേന്മായത് നിങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നത്, നിങ്ങളെ ആഗ്രഹത്തിന് ബേനായത്, നിങ്ങൾ ഉദ്ദേശിച്ചതായ കാര്യപൂർത്തിയാവുകയായിട്ട് മാത്ര ഗ്രന്ഥത്തിൽ നിന്ന് ചിലതിരോ കുറച്ച് മാത്രം നിങ്ങൾ വിശ്വസിക്കണമാ. അതേപോലെ ചിലതിരോ കുറച്ചത്തിരോ നിങ്ങൾ ഗ്രന്ഥത്തിൽ നിന്ന് നിഷേധിച്ചുകൊണ്ടുള്ളാറ്. അല്ലാഹു ചൊല്ലുക, ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും
ഇങ്ങനത്തെ പ്രവൃത്തി നിങ്ങൾ എടുക്കാറുണ്ടായെങ്കില്, ഇങ്ങനത്തെ പണി നിങ്ങൾ എടുക്കാറുണ്ടായെങ്കില് അള്ളാഹു ഇറക്കിയതായ ഗ്രന്ഥത്തില് കൂട്ടുന്നതും കുറക്കുന്നതും നിങ്ങളെ ബുദ്ധിക്ക് യുക്തിക്ക് അനുസരിച്ചിട്ട് അതില് നിങ്ങൾ ചേഞ്ചസ് ആക്കുന്നുണ്ടായെങ്കില്, അതില് നിങ്ങൾ ദുർവ്യാഖ്യാന ആക്കുന്നുണ്ടായെങ്കില് അള്ളാഹു ചൊല്ലണോക്കോറു ഇല്ലാ ഖിസ്ഉൻ ഫിൽ ഹയാത്തിദ് ദുനിയാ, നിങ്ങളെ ഐഹികമായ ദുനിയാവുറോ ഈ ജീവിതത്തില് അള്ളാഹു നിങ്ങളെ അപമാനപ്പെടുത്തുക, നിങ്ങളെ ഇസ്സത്തിന് അള്ളാഹു താല എടുത്തു കളയുക, നിങ്ങക്ക് ഇസ്സത്തില് അന്തസ്സില് ഇസ്സത്തില് അന്തസ്സില് അള്ളാഹുരെ ദുനിയാവിലും നിങ്ങക്ക് ജീവിക്കുക സാധ്യല്ല. തീന്തില്ല, ദുനിയാവിലും മാത്രം നിങ്ങളത് തീന്തില്ല. വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, ഖിയാമത്ത് നാൾ 2 പ്രതിഫല കൊടുക്കുന്നതായ നാൾ 2 അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കഠിന കഠോരമായ കടുപ്പമായ അവന്റെ ശിക്ഷക അദാബുകു അല്ലാഹു നിങ്ങളെ ഇതാ ഒലപ്പെടുത്തുക. ദുനിയാവിൽ തീരുവ ഇല്ല, ദുനിയാവിൽ നിങ്ങൾക്ക് അപമാനായിത്തിക്കറേ, ഇസ്സത്തില് നാനൊരു മുസ്ലിം ചൊന്തു ജീവിക്കുക നിങ്ങൾക്ക് സാധ്യ അല്ല. നിങ്ങൾ വിചാരിക്കുവാറ് ദുനിയാവിൽ തീന്ത് ഇല്ല, ആഖിറത്തില് നിങ്ങള് അല്ലാഹുരേ കഠിന കഠോരമായ അദാബുകു അല്ലാഹു നിങ്ങളെ ഒലപ്പെടുത്തുക. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങ ഒരിക്കലും വിചാരിച്ചു പോയിരണ്ട നിങ്ങ ആക്രതായ പ്രവൃത്തി ഉണ്ടല്ലേ ഈ വിഷയത്തില് നിങ്ങളെ പടച്ചതായ റബ്ബ് ഗഫലത്തിലുള്ള ചൊന്തു നിങ്ങ വിചാരിച്ചു പോയിരണ്ട, അവനോ അശ്രദ്ധയിലുള്ള ചൊന്തു വിചാരിച്ചു പോയിരണ്ട. നിങ്ങളെ ജീവനത്തുറ ഹറക്കാത്ത് സക്കനാത്തുറോ വീക്ഷിക്കുന്നവനായി തിക്ര മലിക്കുൽ ജബ്ബാറായ അല്ലാഹു അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അവനായി തിക്ര നിങ്ങക്ക് ഹയാത്തുരെയും മൗത്തുരെയും നിങ്ങക്ക് അവന് തന്നറോ. എന്തുകായി തിക്ര നിങ്ങക്ക് ഹയാത്തുരെയും മൗത്തുരെയും അവന് നിങ്ങക്ക് തന്നറോ. നിങ്ങൾ നിന്ത് ആരായി തിക്രാറ് അഹ്സനു അമല, അയ്യുക്കും അഹ്സനു അമല, അല്ലാഹുകു നല്ല അമലാക്കിത്ത് അല്ലാഹു ഇഷ്ടപ്പെട്ടതായ കബൂലാക്കുന്നതായ അല്ലാഹും അല്ലാഹുടെ റസൂലും ചെന്നതുപോലെ കേട്ടിട്ട് അനുസരിച്ചിട്ട് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കുന്നതായ ആൽമാർ അങ്ങനെ അമല് മാത്രമായി തിക്ര അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കറോ. അപ്പൊ ആ ഒരു പരീക്ഷണ ആക്കുകനായിട്ട് എബുലുവക്കും നിങ്ങളെ പരീക്ഷ ആക്കുകനായിട്ട് ടെസ്റ്റ് ആക്കുകനായിട്ടായിത്തിക്കര് അല്ലാഹു നിങ്ങക്ക് ഹയാത്തും മൗത്തും തന്നുറോ. ശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കില് അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലും. അപ്പൊ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അടുത്ത് സ്വീകാര്യമായത് പരിശുദ്ധമായ ഇസ്ലാം മാത്രമായി തിക്രി ഉണ്ട്. ഇസ്ലാമുടെ പേരില് ചെമ്മ ആൾമാർ പല സംഘടന ഉണ്ടാക്കിയിട്ട് ഇസ്ലാമുടെ ബാനറില് നാനൊരു മുസ്ലിം നാനായിത്തിക്കരെ യഥാർത്ഥ മുസ്ലിം ചൊന്തു വാദിച്ചുകൊണ്ടുള്ളാർ. സത്യത്തില് അങ്ങ് താങ്ങി നടക്കുന്നതായ, അങ്ങ് വിശ്വസിച്ചതായ, അങ്ങ് പ്രവർത്തിക്കുന്നതായ, അങ്ങനെ ആശയ ആദർശം നോക്കിയിട്ടെങ്കിൽ അല്ലാഹുവിന്റെ ദീനുമായിട്ട് യാതൊരു ബന്ധമില്ല ചൊല്ലത് യഥാർത്ഥമായി തിക്കറ്. ചിന്തിക്കൊരു സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്ക് പ്രമാണബദ്ധമായിട്ട് ഒന്നൊന്നും പ്രത്യേകൊന്നും ഞാൻ നിങ്ങൾക്കത് വിശദീകരിച്ചിട്ട് തന്നെ. അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലു നോക്കൂ, ശുദ്ധ ഖുർആൻ
സത്യവിശ്വാസിയായ ആൾമാരെ വിളിച്ചിട്ട് ചൊല്ലു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസിയായ മുഅ്മിനേ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നീನು പൂർണ്ണമായിട്ട് ഇസ്ലാമുക്ക് നീನು ಎಂಟ್ರಿ ആവണോ, പ്രവേശനാവണോ. പേരുക്ക് മാത്രം നീನು മുസ്ലിമോ, നിന്റെ പാസ്പോർട്ടിലും നിന്റെ ആധാർ കാർഡിലും നിന്റെ വോട്ടർ ഐഡിയിലെല്ലാം മുസ്ലിമരെ പേര്, നിന്റെ ഔത്തുക്കും ഇതാ നീನು മാഷാ അല്ലാ ചൊന്ത് എഴുതി വെച്ചിരെ, എല്ലാം നീനാക്കിറെ. ഇസ്ലാമുമായിട്ട് നിനക്ക് ബന്ധമുണ്ട അല്ല, പൂർണ്ണമായിട്ട് നീನು ഇസ്ലാമുക്ക് കടന്നരെ. ആരെ വിളിച്ചിട്ട് ചൊല്ലോ? മുഅ്മിനീങ്ങളായ ആൾമാരെ വിളിച്ചിട്ട് അല്ലാഹു ചൊല്ലോ. പിന്നെ അല്ലാഹു ചൊല്ലു നോക്കൂ, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ പൂർണ്ണമായിട്ട് ഇസ്ലാമുക്ക് പ്രവേശനാകുമ്പോത്തുകൂ, യഥാർത്ഥ മുവഹിദ് നിങ്ങാകുമ്പോത്തുകൂ, അന്ധവിശ്വാസവും അനാചാരവും നിങ്ങൾ വിട്ടു നിന്നിട്ട് പരമകാരുണികനായ അല്ലാഹുവിന്റെ മേൽ നിങ്ങൾ തവക്കുലാക്കുമ്പോത്തുകൂ, അതിൽ നിങ്ങൾ മരിക്കുന്നോടത്തോളം തകരാമാറ് പതരാമാറ് ഇസ്തിഖാമത്തിൽ നിങ്ങൾ നിൽക്കുമ്പോത്തുകൂ, അല്ലാഹു നിങ്ങളെ ഇതാ പരീക്ഷണാക്കുക. നിങ്ങളെ മുന്നിൽ കഴിഞ്ഞു പോയതായ അമ്പിയാക്കന്മാർ അല്ലാഹു പരീക്ഷണത്തിന് ഒലപ്പെടുത്തിറ. അതേപോലെ സ്വഹാബത്തിനെ അല്ലാഹു തആല പരീക്ഷണത്തിന് ഒലപ്പെടുത്തിറ. താബീങ്ങളെ തബഉ താബീങ്ങളെ സലഫു സ്വാലിഹീങ്ങളെ അല്ലാഹു പരീക്ഷണത്തിന് ഒലപ്പെടുത്തിറ. ആ പരീക്ഷണത്തിന് അല്ലാഹു നിങ്ങളെ ഒലപ്പെടുത്തിയതായ സന്ദർഭത്തില് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായിട്ട് ഇസ്ലാമുക്ക് ഇതാ നിങ്ങൾ ഇതാ കടക്കണോ. നിങ്ങൾ ഇതാ ഇസ്ലാമിൽ നിന്ന് തിരുത്തപ്പാട്ടുകയായിട്ട് ആ ഇസ്ലാമിൽ നിന്ന് നിങ്ങൾ ഇതാ പുറത്തിടുകയായിട്ട് അല്ലാഹുവൊട്ടിക്കുള്ളതായ വിശ്വാസത്തിൽ ഇതാ തകരാറ് കൊണ്ടുവരുകയായിട്ട് പലനംതതായ പരീക്ഷണത്തിൽ അല്ലാഹു നിങ്ങളെ ഒലപ്പെടുത്തുക. ശൈത്താൻ നിങ്ങളെ ഹൃദയത്തിൽ ഇതാ വസ്വാസര ഇട്ട് തരുക, ദുർബോധന അവനെ ഇട്ട് തരുക. നിങ്ങൾ ബീരിക്കുവാറ് ഇതെല്ലാം ഖുർആനില് ഈ ആയത്തിൽ ഉണ്ട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തില് ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് വിശദീകരിക്കുന്നതായിത്തിക്കറ് നാനിപ്പോ നിങ്ങൾക്ക് ചൊന്ത് ഓർമ്മപ്പെടുത്തരോ. ബാക്കിയുള്ളതായ മുഫസ്സിരീങ്ങ വിശദീകരിച്ചതായിട്ട് തഫ്സീറിൽ നിങ്ങൾക്ക് കണ്ട്. അപ്പൊ നിങ്ങളെ ഹൃദയത്തിക്ക് ശൈത്താൻ ദുർബോധന ഇട്ട് തരുമ്പോത്തുകോ, എത്ര നാളായിത്തിക്കറ് നീ അള്ളാഹുവിനെ വിളിച്ചിട്ട് തേടിയുണ്ടുള്ളേ, എത്ര നാളായിട്ട് നീ അള്ളാഹുക്ക് നേർച്ച കൊടുത്തോണ്ടുള്ളേ, എത്ര നാളായിത്തിക്കറ് അള്ളാഹുവിന്റെ മേലെ നീ ബലികർമായിക്കൊണ്ടുള്ളേ. നിന്റെ കാര്യ എന്ത് തോളം ഈ ടൈമത്തോളം പൂർത്തിയായിത്താ ഇല്ലല്ലേ. നിക്ക് കഷ്ട ഇതാ യാരായൊണ്ടുണ്ടു, നിന്റെ പ്രയാസ ബുദ്ധിമുട്ട് നിക്ക് യാരായൊണ്ടുണ്ടു. ഇതാ എത്ര എത്ര ആൾമാര് അങ്ങളെ രോഗശിഫയായത് ഇന്ന് ദർഗത്തുക്ക് പോയിട്ട്, അതേപോലെ ഇന്ന് ദുർഗത്തുക്ക് പോയിട്ട് അവിടെ നേർച്ച കൊടുത്തപ്പ, അവിടുത്തെ പടമൊന്ന് തലകി വെച്ചപ്പ, അങ്ങളെ വിളിച്ചിട്ട് ദുവാറിനപ്പ, എത്ര എത്ര സീക്ക് സുമറായത്, എത്ര എത്ര ആൾമാരെ കഷ്ട തീർന്നു പോയത്, എത്ര എത്ര ആൾമാർക്ക് മക്കയില്ലാത്ത ആൾമാർക്ക് മക്ക കിട്ടിയത് നിന്റെ എതിർലിക്കുമ്പോ നീ എന്ത് കഴിത്തിക്കര് അല്ലാ 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 ചൊന്തു നീ വിളിച്ചു നടന്നിട്ടുള്ളേ. നോക്കൂ സഹോദരന്മാരെ, ഇതായിത്തിക്കര് ശൈത്താന്റെ പ്രേരണ. പൈത്തിക്കർ അല്ലാഹു ചൊല്ലോ, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ഒരിക്കലും നീന് ശൈത്താനര ബലൽ നീന് പെട്ടുപോകുതീറ, അവന്റെ പാദത്തിൽ നീ ഇതാ പെട്ടുപോകുതീറ. കാരണം എന്തോ, ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, ആ ശൈത്താന് നിങ്ങളെ വ്യക്തമായ കഠിനമായ ശത്രുവായിത്തിക്കറ. മുന്നിൽ കഴിഞ്ഞു പോയതായ ആൾമാരെ സന്മാർഗത്തിൽ നിന്ന് തിരുത്തപ്പാട്ടുകുബേനായിട്ട് അവന് നോക്കിര, പ്രയത്നാക്കിര.
അള്ളാഹുടെ മേല് തവക്കുലിട്ടതായേ, അതേപോലെ ഉറച്ച വിശ്വാസം ഇട്ടതായേ, എന്ത് പരീക്ഷണത്തിനാണ് ಒಳಪಟ್ಟೆಂಟಾയെങ്കില് ಮರಿಕಗು ಬಂದ ಹೆಂಟಾയെങ്കില് ನಂದೆ ಆದರ್ಶತರೋ ಎತ್ತರ ಬೆಲ್ಯಾಲ ಎದುರ್ಲು ನಾನು ಪಣಯಪೆಡುತ್ತಗು ತಯಾರಿಲ್ಲ ಚೊಂತು ಇಸ್ತಿಕಾಮತ್ತಲು ನಿನ್ನದಾಯ ಆಲ್ಮಾರ್ ಅಂಕು ಅಂಗಲ ಶೈತಾನಿಗೆ ಅಂಗಲ ஒரு ரோமத்தை கூட அப்புறம் இப்பராக்ககு சாத்தியல்ல ചൊന്തു. മുഫസ്സിരീങ്ങ ഖുർആന്റെ ആയത്ത് വിശദീകരിച്ചിട്ട് തഫ്സീറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറോ ഹദീസിൽ നിങ്ങൾക്ക് കണ്ട് ನಾನು വിഷയത്തിക്ക് വേണ്ടേ. അപ്പൊ നോക്കൊരു സഹോദരന്മാരെ, അപ്പൊ പൂർണ്ണമായിട്ട് ഇസ്ലാമൊരു നിയമ നിർദ്ദേശ ജീവനത്തുറ എല്ലാ സന്ദർഭത്തില് ഹക്ക് പോലെ എന്തു കുറക്കാമാറ് കൂട്ടാമാറ് ഇന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറോ 23 വർഷത്തൊരു നുബുവത്തൊരു ദൗത്യത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തായിത്തിക്കറ് പഠിപ്പിച്ചു പോയിരോ അത് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് സ്വഹാബത്തരോ ചര്യരെ അനുസരിக்கிறவனுಗಾಯ್ತಿக்கರೆ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ചൊല്றோ. எல்லாரும் சொல்றாரு அஹ்லி சொன்னேன்ட்டாங்களே குடும்ப ஆள்மாறு எந்திர ஆள்மாறு சுன்னத்திர ஆள்மாறு அதே போல ஜமாஅத்திர ஆள்மாறு സത്യത്തില് സുന്നത്ത് എന്തോ ജമാഅത്ത് എന്തോ ചൊന്തു മനസ്സിലാക്കാമാറ് പോയാറ്. നിങ്ങൾ നോക്കൂ, പേർക്ക് മുസ്ലിം ആവുക പോണ്ടില്ലേ, അങ്ങനെയെങ്കിൽ എത്ര ആൾമാരെ ഉദാഹരണം നിങ്ങൾക്ക് ചൊല്ലുക സാധ്യമുണ്ട്. മുസ്ലിം ആവനുണ്ടെങ്കിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്നതായ കാര്യ അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ കാലഘട്ടത്തിക്ക് അതാത് പ്രവാചകന്മാരെ സമുദായത്തിക്ക് ഇറക്കി കൊടുത്തതായ ഗ്രന്ഥ ആ ഗ്രന്ഥത്തിൽ ഉറച്ചിട്ട് ആ പ്രവാചകന്മാരെ അനുസരിച്ചിട്ട് ജീവിക്കുന്നവൻ ആരായിത്തിക്കറ അവനായിത്തിക്കറ യഥാർത്ഥ മുസ്ലിം. അവനുകായിത്തിക്കറ സുന്നത്ത് ജമാഅത്ത് ചൊല്ലറു. നിങ്ങൾ ചിന്തിക്കൂ, നാനിവിടെ മഹാനായ ഷേഖ് ജീലാനി റഹ്മഹുല്ലാഹ് അയാളെ കിതാബ് സുന്നത്ത് ജമാഅത്ത് ചൊന്നെങ്കിൽ എന്തോ ചൊന്തു വിശദീകരിക്കുന്നതായിട്ട് അയാളെ പ്രശസ്തമായ കിതാബ് അൽ ഗുന്ന അതിൽ ചൊല്ലതായ വിഷയം ഞാൻ എനിക്ക് ഓർമ്മപ്പെടുത്തരുത്. എന്ത് കൈത്തിക്കറേ ഉണ്ട് ഈ കാലഘട്ടത്തില് ഞങ്ങളെ റായത്തിലും ചുറ്റുമുത്തിലും എല്ലാ മഹാനായ ഷേഖ് ജീലാനി റഹ്മഹുള്ളയുടെ പേരിലായിത്തിക്കറ് ഇന്ന് ശിർക്കും ഖുറാഫാത്തുറയും വെച്ച് കെട്ടു. വല്ലാത്തവർ ഖേദകരമായി തിക്കറേ ആ ഷേഖ് ജീലാനി റഹ്മഹുള്ളറോ തിരിച്ചറിയാത്ത സബുലായിത്തിക്കറേ. ചിന്തിക്കറു നിങ്ങ, മഹാനായ ഷേഖ് ജീലാനി ചൊല്ലത് അയാള് ജനിച്ചതായ ബഗ്ദാദിലുള്ളതായ ഒരു ഗ്രാമത്തിന്റെ പേരായിത്തിക്കറ് ജീലാനി ചൊല്ലത്. അയാളെ പേര് അബ്ദുൽ ഖാദിർ ചൊന്തൈത്തിക്കറേ. മുഹിയുദ്ദീൻ ചൊന്ത് ഉള്ള ആ സ്ഥാന പേര് ദീനറോ ഹയാത്താക്കിയ ആള് അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും മുങ്ങിക്കുളിച്ചതായ ഒരു സമുദായത്തിക്ക് ഒരു കാലഘട്ടത്തുകായിത്തിക്കറ് ഷേഖ് ജീലാനി റഹ്മഹുള്ള ഇറങ്ങിത്തുണ്ടോ ഇണ്ടത്തെ പോലെ അല്ലെങ്കിൽ ഇതിനെ കാട്ടി അപ്പറ ദർഗ പൂജയിൽ ഖബറിനെ കെട്ടിത്ത് ആരാധിച്ചുകൊണ്ടിരുന്നതായ സമുദായ, അങ്ക് നേർച്ച കൊടുത്തോണ്ടിരുന്നതായ സമുദായ, അങ്ങനെ വിളിച്ചിട്ട് സത്യ ഇട്ടുകൊണ്ടിരുന്നതായ സമുദായ, ഈ ഒരു കാലഘട്ടത്തിലായിത്തിക്കറ് ഷേഖ് ജീലാനി റഹ്മഹുള്ളയുടെ ജനന അല്ലാഹുവിന്റെ ദീൻ പഠിച്ചിട്ട് പഠിക്കുന്നത് പോലെ പ്രമാണബദ്ധമായിട്ട് അഗ്രഗണ്യ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചിട്ട് ഉന്നതമായ സ്ഥാനം നേടിയെടുത്ത ആളായിത്തിക്കറ് ഷേഖ് ജീലാനി റഹ്മഹുല്ലാഹ്.
ನಾನು ಎಂದ ಗಾಯತಿಕರು ಇದು ಚೊಲ್ರೋ ನನ್ನ ಸಹೋದರನ್ಮಾರ ನನ್ನ ಪ್ರಸಂಗ ಕೇಕ್ರದಾಯೆ ചുറ്റുമൂത്തിലിക്കുന്നതായ സഹോദര സഹോദരിമാരെ, നിങ്ങ ഇതാ അള്ളാഹുരെ പേടിച്ചിട്ട് അള്ളാഹുരെ ഭയനിക്ക് ഇന്നുണ്ടായെങ്കില് നാളെ മരിക്കുണ്ട്, പരലോകമുണ്ട്, പരലോകത്തില് വിചാരണ ഉണ്ട് ചൊല്ലതായ ഭയനിക്ക് ഇന്നുണ്ടായെങ്കിൽ നിങ്ങ ഒന്ന് കാതു കൊടുത്തിട്ട് കേൾക്കണോ. ഇണ്ട് സലഫിരങ്ങളെ മേൽ നടത്തുന്നതായ വലിയ ഒരു ആരോപണായിത്തിക്കറ് അങ്ങ് ഔലിയാക്കന്മാരെ നിന്ദനാക്കുന്നതായ ആൽമാറായിത്തിക്കാറ്, അങ്ങ് ഔലിയാക്കന്മാരെ കളവാക്കുന്ന ആൽമാറായിത്തിക്കാറ്, ഔലിയാക്കന്മാരെ കറാമത്തിനങ്ങ് നിഷേധിക്കുന്ന ആൽമാറായിത്തിക്കാറ്, മുഅ്ജിസത്തുൽ ഇദാ നിഷേധിക്കുന്ന ആൽമാറായിത്തിക്കാറ്. അതേപോലെ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് കല്ലാ ചൊന്തു ബിൽച്ച ആൽമാറായിത്തിക്കാറ്, കാഫിർ ചൊന്തു ബിൽച്ച ആൽമാറായിത്തിക്കാറ്. ഇങ്ങനെ എല്ലാം ഞങ്ങളെ മേൽ ആരോപണായിക്കൊണ്ടുള്ളാറ്. കാട്ടിക്കു സാധ്യമല്ല. കാരണം മഹാനായ ഷേഖ് ജീലാനി റഹിമഹുല്ലാഹ് അതുപോലത്തതായ മഹാന്മാർ ഈ ദീനിന് വേണായിട്ട് സഹിച്ചതായ ത്യാഗ, കഷ്ട, പരീക്ഷണ ഞങ്ങൾക്ക് ഒരിക്കലും ഇതാ മറക്കുക സാധ്യമല്ല. അത് കായത്തിക്കര് നാണ് ഷേഖ് ജീലാനി റഹ്മത്തുള്ളാഹി ഇതാ കിതാബ് എടുത്തിട്ടൂടെ ഉദ്ധരിക്കുന്നത്. അയാളെ കുഞ്ഞ് ചൊല്ലതായ കിതാബിൽ അയാൾ ചൊല്ലത് നിങ്ങൾ നോക്കറോ. ഇത് ഇല്ലാണ്ടായെങ്കിൽ ഇല്ലാണ്ട് നിങ്ങൾ ചൊല്ലണോ. എന്തായിത്തിക്കര് സുന്നത്ത് ചെന്നെങ്കിൽ എന്തോ, ജമാഅത്ത് ചൊന്നെങ്കിൽ എന്തോ ചൊന്തു മഹാനായ ഷേഖ് ജീലാനി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കണ്ട് അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് ചൊല്ലേണ്ടായെങ്കിൽ അതൊരു സൊസൈറ്റിയുടെ പേരല്ല, ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരല്ല, ഏതെങ്കിലും ഒരു ജാഗയുടെ പേരല്ല. ഷേഖ് ജീലാനി റഹ്മത്തുള്ളാഹി ചൊല്ലുന്നത് മാ സന്നഹു റസൂലുള്ളാഹ്, അത് ഞങ്ങളെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായിത്തിക്കറ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറോ ചര്യയായിത്തിക്കറ് സുന്നത്ത്. ആറ് ചൊല്ലോ? മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അല്ല, അല്ലെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അല്ല, അല്ലെങ്കിൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അല്ല. ഇങ്ങളെ പേര് ചൊന്നിട്ടായെങ്കിൽ നിങ്ങൾ ചൊല്ലുവാറ് അങ്ങ് കടുത്ത വഹാബിയായി തിക്രാറ്, അങ്ങ് ദീനിനെ കളവാക്കിയ ആൽമാറായി തിക്രാറ്, നിങ്ങൾ പച്ച ആരോപണ ഇടുവാറ്. നിങ്ങളെ പള്ളിയിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇതാ ഇരുട്ടത്ത് ചിമ്മൽ നിങ്ങൾ 1000 കുരിയാ ഗൗസിയാ മുഹിയുദ്ദീൻ ചൊന്തു നിങ്ങൾ വിളിക്കുന്നതായ ഷേഖ് ജീലാനി റഹ്മത്തുള്ളാഹി ഇല്ലേ, അയാള് കുഞ്ഞ് ചൊല്ലതായ കിതാബുലു സുന്നത്തുക്ക് കൊടുക്കുന്നതായ തൈരീഫായി തിക്കറിനാണ് വിശദീകരിക്കറോ. ഇല്ലെങ്കിൽ നിഷേധിക്കുക സാധ്യമുണ്ടാ? ഇല്ല. പിന്നെയും വിശദീകരിക്കര് എന്തായി തിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, അത് അഫ്ആലുഹു വ അഖ്വാലുഹു വ തഖ്രീറാതുഹു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയായി തിക്കര്, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പലക്കായി തിക്കര്, അതേപോലെ വ തഖ്രീറാതുഹു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനാനുവാദമായി തിക്കര്. ഇതായി തിക്കറ് സുന്നത്ത്. ഷേഖ് ജീലാനി റഹ്മത്തുള്ളാഹി വിശദീകരിക്കര്. ഇനി ഞാൻ നിങ്ങളൊട്ടിಗೆ കേൾക്കുന്നത്, ഞങ്ങളെ മേൽ നിങ്ങൾ ആരോപണ ഇട്ടുള്ളാറ് ഈ ഷേഖ് ജീലാനി റഹ്മത്തുള്ളാഹി കൊടുത്തതായ സുന്നത്തിനെ തൈരീഫിൽ നിന്ന് ഞങ്ങൾ തെരുതപ്പിരാമ അല്ല, അതിൽ ഞങ്ങൾ ഉറച്ചിട്ടുള്ളാമ ചൊന്തു നിങ്ങൾക്കൊന്നും ഇതാ തെളിയിക്കുക സാധ്യമുണ്ടാ? സലഫിരങ്ങ ആക്കുന്നതായ ഒരു പ്രവൃത്തി ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാട്ടിക്കാത്തതായി തിക്കര്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പലക്കത്തിൽ ഇല്ലാത്തതായി തിക്കര്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗന സമ്മതത്തിൽ ഇല്ലാത്തതായി തിക്കര്. കാട്ടിക്കു നിങ്ങക്ക് സാധ്യമുണ്ടാ? ഇല്ല. കാരണം എന്തോ
പൂർണ്ണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറോ ഒരു സുന്നത്തിനെ കൂടെ കൈവിടാമാറ് ഞങ്ങളെ റൂഹ് ഇക്കിടത്തോളം കാത്ത് സൂക്ഷിക്കണായിട്ടിക്കറ സലഫിരങ്ങ. ഇനി നീ നോക്കൊരു ജമാഅത്ത് ചൊന്നെങ്കിൽ എന്തോ ജമാഅത്ത് ചൊന്നിട്ടായെങ്കിൽ ഷേഖ് ജിലാനി റഹ്മഹുല്ലാ ചൊല്ലതായിട്ടിക്കറ് മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായ സ്വഹാബത്തോ ഏകകണ്ഠമായ ഒമ്മത്ത അഭിപ്രായമായി തിക്കറ് ജമാഅത്ത്. ഇനും ഞാൻ നിങ്ങളൊട്ടിಗೆ കേക്കറ്, ഇതിൽ നിന്ന് ഞങ്ങൾ തപ്പിരാമ. നിങ്ങൾക്ക് തെളിവ് സമയത്ത പ്രൂഫ് സമയത്ത നിങ്ങൾക്ക് കാട്ടിക്കു സാധ്യമുണ്ടാ? ഷേഖ് ജീലാനി റഹ്മഹുല്ലാ ചൊന്നതായ ജമാഅത്തിനെ വ്യാഖ്യാന തൈരീഫായി തിക്കറ് സലഫിരൻ ആക്രതായ പ്രവൃത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ആക്കിത്തില്ല. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർക്ക് പരിചയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരെ ചര്യൽ ഇല്ലാത്തതായി തിക്കറ് നിങ്ങൾ ഞങ്ങളെ നൂതനവാദി ചൊന്തു വിളിച്ചൊണ്ടുള്ളാറല്ലേ? ഇത് നൂതനവാദമാ അല്ല. ഷേഖ് ജീലാനി റഹ്മഹുല്ലാ ചൊന്നത് നൂതനവാദമാ. ഒന്ന് നിങ്ങൾ ഇതാ വിശദീകരിക്കണം മുസ്ലിയാക്കന്മാരെ. നോക്കൂ എത്ര ക്ലിയർ ആയി തിക്കറി, എല്ലാവിധ ബഹുമാനത്തിലായി തിക്കറ്. ഞാൻ ഈ വിഷയെ ചൊല്ലോ ഞങ്ങളെ മേലെ ചെമ്മ ആരോപണാക്കിട്ട് നിങ്ങൾ പോയില്ലേ? എന്തെല്ലാം ആരോപണ ആയിത്തിക്കറ്? ഒരു അമുസ്ലിമിങ്ങ ಕೂಡ ചെല്ലുകു മടിக்கிறതായ അങ്ങ ಕೂಡ ലജ്ജിக்கிறതായ വിഷയ ആയിത്തിക്കറ് നിങ്ങൾ ഇതാ ഞങ്ങളെ മേലെ ചൊന്നോ. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കോറു, മരണ ഉണ്ടല്ലേ, മൗത്തുണ്ടല്ലേ, ഈ വിഷയത്തില് ആർക്കും തർക്കമില്ലല്ലേ? ആ വിഷയത്തിൽ എല്ലാവരും ഒന്നത്തെ അഭിപ്രായല്ലേ? ഏത് മതത്തിലാളായെങ്കിലും ഏത് സംഘടനകളായെങ്കിലും അള്ളാഹു ഇല്ല ചൊന്തു നിഷേധിക്കുന്നതായ നിരീശ്വരവാദി കൂടാ ഈ വിഷയത്തില് ഒമ്മത്തെ അഭിപ്രായത്തിക്കുന്ന മൗത്തുര വിഷയത്തിലെ ഈ മരണത്തിന് നിങ്ങൾ പേടിക്കൊറു. ആ മരണത്തിന് ശേഷമുള്ളതായ ഹിസാബുറോ നിങ്ങൾ പേടിക്കൊറു. ഞങ്ങളെ മേലെ ആരോപണാക്കുമ്പത്തുകു ഇതായിത്തിക്കറ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉത്തര തറകുള്ളേ. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇനി ബിദ്അത്ത് ചെന്നെങ്കിൽ എന്തേ അതും ഈസി ആയിത്തിക്കറ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകും സ്വഹാബിമാരെ ചര്യകും എതിരായിട്ട് ഏതായിത്തിക്കറി ഇക്കുറോ അത് ബിദ്അത്തായിത്തിക്കറി. ഇത് സലഫിരങ്ങ ചൊന്നേമാ അല്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ ചൊന്നതാ അല്ല. ഷേഖ് നാസിറുദ്ദീൻ അൽബാനി ചൊന്നതാ അല്ല. ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ചൊന്നതാ അല്ല. நீங்க எல்லா விஷயத்துக்கும் சொல்றதாய இமாம் சுயூத்தி ரஹ்மத்துல்லாஹி திக்ரு சொல்றோம். ஏது கிதாபுல அயால தன்வீருல் ஹவாலிக்கு சொல்றதாய கிதாப். இமாம் மாலிக்ரே முவத்தா ಫಸ್ಟ್ಗೆ ಬಂದದಾಯ ಹದೀಸರ ಗ್ರಂಥ ಐತಿಕ್ರೆ ಇಮಾಮ್ ಮಾಲಿಕ್ರ ಅಲ್ ಮುವತ್ತಾ ಬುಖಾರಿ ಬಂಡಲ್ಕೆಲ್ಲ ಮುನ್ನೋಲು ಅದರ ಪಿನ್ನೆ ಐತಿಕ್ರೆ ಸಹೀಲ್ ಬುಖಾರಿ ಎಲ್ಲ ಬನ್ನಿ ഏതായാലും ആ ഇമാം മാലിക്കിനെ മുവത്തക്ക് ഒരു ശറഅ് ಅದಕ್ಕೊಂದು ವಿಶದೀಕರಣ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി എഴുതി വെച്ചിരെ. അതെന്തായിത്തിക്കറ് ബിദ്അത്ത് ചൊന്നെങ്കിൽ എന്തോ അൽ ബിദ്അത്തു ബിദ്അത്ത് ചൊന്നെങ്കിൽ വതുത്ലഖു ഫി ശറഇ അലാ മാ യുഖാബിലു സുന്നതി ഐ മാ ലം യകുൻ ഫി അഹദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ என்று சொல்றோம். இமாம் சுயூத்தி ஐத்திக்கற சொல்றோம் என்றோ സുന്നത്തുക്ക് വിരുദ്ധമായത് ജമാഅത്തുക്ക് വിരുദ്ധമായത് എന്ത്ര ഉണ്ടാ അതായിത്തിക്കറ് ബിദ്അത്ത്. എങ്ങനെ മാലം യകുൻ ഫി അഹദി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായിട്ട് അനുസരിച്ചതായ
സ്വഹാബിമാരെ കാലഘട്ടത്തിൽ അങ്ക് പരിചയമില്ലാത്തത് ആരായിത്തിക്കറ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരു പേരിൽ പുതിയതായിട്ട് കൊണ്ടുവന്നറാ അവനായിത്തിക്കറ ബിദ്അത്ത് കൊണ്ടുവന്നവനോ അതായിത്തിക്കറ ബിദ്അത്ത് അതായിത്തിക്കറ നൂതനവാദ ഇത് നാണ് ചൊന്നതല്ല മഹാനായ ഇമാം സുയൂത്തി റഹ്മഹുല്ലാ ഇമാം മാലിക്കിന്റെ മുഅത്തറ ശറഅ് വിശദീകരണ എഴുതിട്ട് അയാളെ തൻവീറുൽ ഹവാലിക്ക് ചൊല്ലതായ കിതാബിൽ ചൊന്നതായി തിക്കറേ പ്രൂഫ് സമേതനാണ് ചൊന്നേ നിഷേധിക്കൂ. അപ്പൊ നോക്കൂ സഹോദരന്മാരെ, അപ്പോ സുന്നത്ത് ജമാഅത്ത് ചൊന്തു മെയ്ക്കരെതിർന്നു 1000 കുറി ചെന്നെങ്കിലും ബാക്കി നിങ്ങളെ മേലെ ആരോപണ ഇട്ടെങ്കിലും സുന്നത്ത് ജമാഅത്തിന് ആളാവില്ലേ. പ്രതി ഒരാൾമാർ ചൊല്ല ഞങ്ങ എത്തിക്കുന്ന സ്വർഗത്തുക്ക് പോണ്ടോ. ഇസ്ലാമുടെ പേരിൽ ഇസ്ലാമുടെ ബാനറിൽ എത്ര സംഘടന ഉണ്ടാ വേണ്ട. ബാക്കിന്നതായ മതത്തെ ആൾമാറും അതേപോലെ ഇവിടെ ഇന്നതായ ക്രിസ്ത്യാനിമാരും ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ആൾമാർ അങ്ങും ചൊല്ലാറ് ഞങ്ങൾ സ്വർഗത്തുക്ക് പോണ്ട. സ്വർഗത്തുക്ക് പോണ്ട ജന്തു വാദിച്ചെങ്കിൽ അവന് സ്വർഗത്തുക്ക് പോണ്ടില്ലേ. സ്വർഗത്തുക്ക് പോകണമെങ്കിൽ യഥാർത്ഥ മുസ്ലിം ആവണോ, യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളാവണോ. എപ്പോഴും നിങ്ങൾ കേട്ടോണ്ടിരുന്നതായ ഒരു ഹദീസ്, ആ ഹദീസിനെ ഞാൻ നിങ്ങളെ മുന്നിൽ എടുത്തു ചൊല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നതായി തിക്ർ ബുഖാരി മുസ്ലിം അതുപോലെ സിയാഉ സിത്തറ ഹദീസിന്റെ ഗ്രന്ഥത്തിലുള്ള നിങ്ങൾക്ക് കണ്ടേ. എന്തിനായി തിക്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറ നോക്കറോ. അലാ മുആവിയ റളിയല്ലാഹു അൻഹു നിന്തായി തിക്രി ഹദീസ് റിപ്പോർട്ടു. അലാ നിങ്ങ അറിയണോ, ഇന്നമൻ ഖബ്ലകും മിൻ അഹ്ലിൽ കിതാബി നിങ്ങളെ മുന്നോട്ട് കഴിഞ്ഞു പോയതായ അഹ്ലു കിതാബിലെ ആൾമാര് ഇഫ്തറഖൂ അലാ 72 മില്ലാ അങ്ങ് 72 മില്ലത്തായിട്ട് ഗ്രൂപ്പായിട്ട് പാർട്ടിയായിട്ട് അങ്ങ് പോയിറാറ്. നിങ്ങളെ മുന്നോട്ട് കഴിഞ്ഞു പോയതായ അഹ്ലു കിതാബിലെ ആൾമാര് അങ്ങ് 72 ഗ്രൂപ്പായിട്ട് പാർട്ടിയായിട്ട് അങ്ങ് പോയിറാറ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു വ ഇന്ന ഹാദിഹി മില്ലത നിശ്ചയമായിട്ട് നിന്റെ മില്ലത്ത് നിന്റെ സമുദായ തസ്തഫ്രിഖു അലാ 73 അങ്ങ് ഇതാ 73 പാർട്ടിയാവുടാറ് ഗ്രൂപ്പാവുടാറ്. അഹ്ലു കിതാബിലെ ആൾമാർ 70 ജണ്ടായെങ്കിൽ നിന്റെ സമുദായ 73 ഗ്രൂപ്പാവുടാറ്. വസനതാനി വസബൂന ഫിന്നാർ അതിൽ 70 ജണ്ടും ഇതാ നരകത്തിലായിത്തിക്കര്. വവാഹിദും ഫിൽ ജന്ന ഒന്നു മാത്രായിത്തിക്കര് സ്വർഗത്തുകെ. കാലു ഇത് കേട്ടപ്പോ സ്വഹാബിമാർ ചൊന്നാറ്, യാ റസൂലല്ലാഹ് വമൻ ഹിയ യാ റസൂലല്ലാഹ്. ആ 70 ജണ്ടും നരകത്തുക്ക് പോയിട്ട് ഒന്നു മാത്രം സ്വർഗത്തുക്ക് പോണ്ടതായ ആ ഗ്രൂപ്പ് ആ പാർട്ടി അത് ഏതായി തിക്കറ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു മാ അന അലൈഹി വഅസ്ഹാബിഹി. ക്ലിയർ. ഇതായി തിക്കറ് ഷേഖ് ജീലാനി റഹ്മഹുള്ള ചൊന്നതും ഇതായി തിക്കറ് ഇമാമിങ്ങ ചൊന്നതും ഇതായി തിക്കറ് മുന്നിൽ കഴിഞ്ഞു പോയതായ മുത്തഖദ്ദിമീങ്ങളായ ഇമാമിങ്ങവും അതിലെ പിന്നെ വന്നതായ മുത്തഅഖിരീങ്ങളായ ഇമാമിങ്ങവും അയിമ്മത്തുൽ അർബ എല്ലാം ചൊന്നതും ഇതായി തിക്കറേ. എന്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് നാനും എന്റെ സ്വഹാബിമാർ എങ്ങനായി തിക്കറ് ജീവിച്ചിട്ട് കാട്ടിച്ചിരോ അതിനെ ഫോളോ ആക്കിട്ട് ജീവിക്കുന്നതായ അതനുസരിച്ചിട്ട് മരിച്ചു പോയതായ ആൾമാരായി തിക്രാറ് സുന്നത്ത് ജമാഅത്തിലെ ആൾമാര് അങ്ങായി തിക്രാറ് സ്വർഗത്തുക്ക് പോണ്ടേ ആൾമാര്. ചിന്തിക്കുന്ന വിഷയത്തിക്കറ സഹോദരന്മാരെ, അതായത് തിക്കറിനാണ് എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിലെ ചൊന്നേ ഉണ്ട്. സലഫിരങ്ങ മുവഹിദീങ്ങ ആക്രതായ ഒരു പ്രവൃത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തില് സ്വഹാബിമാരെ ചര്യത്തില് അല്ല 3 ഉത്തമ നൂറ്റാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്ന്
ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും, ഉത്തമമായ നൂറ്റാണ്ട് ഖൈറായത് ഞാൻ ജീവിച്ച എന്റെ കാലഘട്ടമായി തിക്കറ്, പിന്നെ അതിന് പിന്നെ വന്നതായ കാലഘട്ടമായി തിക്കറ്, പിന്നെ അതിന് പിന്നെ വന്ന കാലഘട്ടമായി തിക്കറ്. ഈ 3 ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ചുപോയ ആൾമാർക്ക് പരിചയമില്ലാത്തതായ ഏത് പ്രവർത്തനമായി തിക്കറ് സലഫിരങ്ങ ആക്കിയോ ഒന്ന് കാട്ടിക്കാമോ മുസ്ലിയാക്കന്മാരെ നിങ്ങൾക്ക്? പിന്നെ ഞങ്ങളെ മേലെ എന്ത് കയറ്റിക്കറ് നിങ്ങൾ നൂതനവാദ ചൊന്നുകൊണ്ടുള്ളാറ്, മുക്കാകണ്ട ചൊന്നുകൊണ്ടുള്ളാറ്, നീചമായ നിലക്ക് നിങ്ങൾ അല്ലേ ഒരു അമുസ്ലിമുക്ക് കൂടെ റെസ്പെക്ട് നീ കൊടുക്കണം ചൊന്ന് പഠിപ്പിച്ചതായ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമറ പലക്കത്തറോ ഇതാ ബഹിഷ്കരിച്ചിട്ട് നിങ്ങൾ ഇതാ നിന്ദനായിക്കൊണ്ടുള്ളാരല്ലേ? ഏത് അടിസ്ഥാനത്തിലായി തിക്കറ് നിങ്ങൾ? ഏത് രേഖര അടിസ്ഥാനത്തിലായി തിക്കറ്? കാട്ടിക്കു സാധ്യയില്ല. ഞങ്ങൾക്ക് പ്രമാണമുണ്ട്. ഞങ്ങൾ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലായി തിക്കറ് നിങ്ങൾ അള്ളാഹുവിന്റെ ദീനറെ മനസ്സിലാക്കണേ. അത് മനസ്സിലാക്കുന്ന ആൾമാരായി തിക്കറാറ് സലഫിരങ്ങ. നിങ്ങൾ മനസ്സിലാക്കൂ, അക്കീദയുടെ ഗ്രന്ഥത്തിൽ മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തിയത്, ഇമാമിങ്ങ രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണണ്ടേ? ഒരടിമ ഫസ്റ്റ് മനസ്സിലാക്കണത് മാരിഫത്തുൽ അബ്ദി റബ്ബ, അവന്റെ റബ്ബാറ് ചൊന്തവನು ഫസ്റ്റ് മനസ്സിലാക്കണം. അതാക്കാത്തവನು ಬೇರೆ ഏത് ആക്കിയിട്ടെങ്കിലും, അത് എത്ര വലിയ അമലാക്കിയിട്ടെങ്കിലും, എത്ര വലിയ സോഷ്യൽ വർക്ക് ആക്കിയിട്ടെങ്കിലും, അവനെ സൃഷ്ടിച്ചതായ പരിപാലിക്കുന്നതായ അവനക്ക് ഹയാത്തും മൗത്തും കൊടുത്തതായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ആ റബ്ബുനെ അവനക്ക് മനസ്സിലാക്കുക സാധ്യയില്ല എങ്കിൽ ബാക്കി എല്ലാ ബാത്തിലെത്തിക്കറേ റിജക്ട്. ഫസ്റ്റ് മനസ്സിലാക്കണത് മാരിഫത്തുൽ അബ്ദി റബ്ബഹു, അവന്റെ റബ്ബാര് ചൊന്തവൻ അറിയണം. ದಾರು ಚೊನ್ನೆ ಮೊಹಮ್ಮದ್ ಅಬ್ದುಲ್ ವಹಾಬ ಅಲ್ಲ, ಎಲ್ಲ ಇಮಾಮಿಂಗ ಅಂಗಳ ಅಕೀದರ ಗ್ರಂಥത്തിൽ എഴുതിയതായിത്തിക്കറ് ഞാൻ നിങ്ങൾക്ക് ചൊന്നി. രണ്ടാമതവനും മനസ്സിലാക്കണത് മാരിഫത്തുൽ അബ്ദി നബിയഹു, അവന്റെ പ്രവാചകാരായിത്തിക്കറ്. ആ പ്രവാചക എന്തുകായിത്തിക്കറ് ബന്നറോ, ആ പ്രവാചകരെ ദൗത്യ യന്ത്രായിത്തിക്കറ്. ആ പ്രവാചക 23 വർഷം കൊണ്ടു പൂർത്തിയാക്കിയിട്ട് തന്നത് എന്തിനായിത്തിക്കര്? ഇതായിട്ട് വേണം ഒരടിമ അറിഞ്ഞിരിക്കണായത്. രണ്ടാമതായിട്ട് ഇത് അക്കീദര ഗ്രന്ഥത്തിലുള്ളതായിത്തിക്കറ്. മൂന്നാമത് മഅരിഫത്തുൽ അബ്ദി ദീനഹു ബിഅദില്ലത്തി ശർഇയ്യ, ദീനരവൻ അറിഞ്ഞിട്ട് വേണം. മുസ്ലിം ചൊന്ത് നടന്നെങ്കിലും അയ്യാവല്ല, എന്തിനാ ദീന് ചൊന്തവൻ അറിയണോ? എങ്ങനെ അറിയണോ ആ ദീനരോ? ഉസ്താദ് എന്തിര ചൊന്തു, ഉസ്താദ് എന്തിര ചൊന്തു, തങ്ങ എന്തിര ചൊന്തു, ഹോജ എന്തിര ചൊന്തു, അയാൾ എന്തിര ചൊന്തു, ഇയാൾ എന്തിര ചൊന്തു, അങ്ങനെ മദീന മനസ്സിലാക്കണേ അല്ല. പിന്നെ അങ്ങനെ ദിന്നെ മനസ്സിലാക്കണു ബി അദില്ലത്തി ശർഇയ്യ, ശർഇയ്യായ ദലീലറോ പുറാവറോ അടിസ്ഥാനത്തിലായിട്ട് വേണം അല്ലാഹുവിന്റെ ദീനറോ മനസ്സിലാക്കണത്. ഇത് ഇമാമിങ്ങ അങ്ങനെ അഖീദര ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതായിത്തിക്കറ്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക എന്തായിത്തിക്കറ്? ശർഇയ്യായ ദലീല് ഒന്നോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥമായി തിക്കറ് ഖുർആൻ. നല്ലതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം, നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ചിന്തിക്കണു. ഇതാരൊട്ടിക്കുള്ളതായ വൈരാഗ്യ അർസ തീർക്കലല്ല, ഞങ്ങളെ മേലുള്ളതായ ദൗത്യ അത് ഞങ്ങൾ പൂർത്തിയാക്കുന്നതായിത്തിക്കറ്. ഞങ്ങൾ പൂർത്തിയാക്കില്ല എങ്കിൽ കുലിൽ ഹഖ വ ഇൻകാന മുറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നൊരു എത്ര കൈപ്പായെങ്കിലും സമ നീ ഹക്കറ നീನು ഒണിപ്പാട്ടി ബൈക്ക് കുത്തീറ, ഹക്കറ തുറന്നെത്തി ചെല്ലും. അത് എത്ര വലിയ മുസ്ലിയാരായെങ്കിലും, തങ്ങായെങ്കിലും, MP ആയെങ്കിലും, ML ആയെങ്കിലും, പ്രധാനമന്ത്രി ആയെങ്കിലും, രാഷ്ട്രപതി ആയെങ്കിലും, യൗനായെങ്കിലും സമ ഹക്കറെ ഒണിപ്പാട്ടി ബൈക്കുക ഇസ്ലാമിലില്ല. ആദർശത്തരോ ആരെതിർന്നു പണയപ്പെടുത്തുകയോ ഇസ്ലാം അനുവദിക്കില്ല. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമർനോ ഗവർണറായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടത്തുമ്പൊത്തു ചില ഉപദേശാക്കിത്ത് ഇമാം അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ആക്കുന്നതായ ഹദീസ് ആയിത്തിക്കറി. എന്തായിത്തിക്കറി? ചെമ്മ ഉപദേശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആക്കിത്ത്
ആ ഉപദേശത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഇതായിത്തിക്കറി, യാ മുആദ് നീനിതാ കുലിൽ ഹഖ്ഖ, നീ സത്യത്തിനെ മാത്രം നീന് ചൊല്ലണോ, ഹക്കിനെ മാത്രം നീന് ചൊല്ലണോ. നിന്നെ ഇതാ ആ റായത്ത ആൽമാറ് തീക്കിട്ടിട്ട് കത്തുപാട്ടിട്ട് നിന്നെ ഭസ്മാക്കിയെങ്കിലും സമാ, അതേപോലെ നിന്നെ തീക്കിട്ടിട്ട് കരിച്ചെങ്കിലും സമാ, നിന്റെ ഓരോരോ ശരീരത്തിന് ഓരോരോ അവയവത്തിന് പീസ് പീസാക്കിട്ട് ഇഞ്ചിഞ്ചാക്കിട്ട് കൊന്നെങ്കിലും സമാ. മുആദ് ഇബ്നു ജബൽ, നിങ്ങ ഒരിക്കലും ഹക്കിനെ നിങ്ങ ഒളിപ്പാട്ട കുത്തീറാ. ഇത് പഠിച്ചാൽ മാറേ തിക്കറ സലഫിറാങ്ങ, അതായി തിക്കറ് ഞാൻ നിങ്ങളൊട്ടിക്ക് ചൊല്ലുറോ. അപ്പൊ സഹോദരന്മാരെ ചിന്തിക്കൊരു, നിങ്ങ സുന്നത്ത് ജമാഅത്ത് ചൊന്തു നാവ് കൊണ്ടുത്തു ചൊന്നെങ്കിലും അയ്യാവലെ. അപ്പോ ദീനില് ഒരു കടുകരത്തര കൂട്ട കടത്തി കൂട്ടുക ഒരാൾക്കും അധികാരമില്ലേ. അപ്പോ മൂന്നാമത് ഒരു അടിമ മനസ്സിലാക്കണത് മാരിഫത്തുൽ അബ്ദി ദീനഹു ബിഅദില്ലത്തി ശർഇയ്യ, ശർഇയ്യായ പുറാവൊരു ദലീലിന്റെ അടിസ്ഥാനത്തിലായി ദീന മനസ്സിലാക്കണേ. ശർഇയ്യായ പുറാവ എന്തോ ഒന്ന് ഖുർആനായിത്തിക്കറ്, ജന്റെ ഹദീസായിത്തിക്കറ്, സ്വഹീഹായ ഹദീസായിത്തിക്കറ്, കള്ള ഹദീസല്ല, നിർമ്മിതമായ ഹദീസല്ല, ബലയില്ലാത്തതായ ഹദീസല്ല, പൂർണ്ണമായ സനദിലുള്ളതായ ആ സനദിൽ ഒരു ന്യൂനതയില്ലാത്തതായ ഒരു ഇല്ലത്തും ഇല്ലാത്തതായ അതിന്റെ സനദിലുള്ളതായ റിജാൽ ആൽമാർ എല്ലാരും സിഖായത്തായ സ്വഹീഹായ ഹദീസ്. ഇത് രണ്ടാമത്തെ പ്രമാണമായി തിക്കറ്. മൂന്നാമത് ഇജ്മാഅ് തിക്കറ്. ഇജ്മാഅ് ചൊന്നെങ്കിൽ എന്തോ ചെമ്മത്താൽമാർ ഈ വിഷയത്തിൽ ഇതാ മനസ്സിലാക്കാതെ പോയങ്ങുള്ളാറ്, പൗരോഹിത്യത്തിൽ പെട്ടുപോയ ആൾമാറുള്ളാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് പിന്നെ ഇത് അതിന് പിന്നെ വന്നതായ സ്വഹാബിമാരും അതിന് പിന്നെ വന്നതായ താബീങ്ങളും അതിന് പിന്നെ വന്നതായ തബഉ താബീങ്ങളും അതിന് പിന്നെ വന്നതായ മദ്ഹബിലെ ഇമാമീങ്ങളും മുതഖദ്ദിമീങ്ങളായ ഇമാമീങ്ങളും മുതഅഖിരീങ്ങളായ ഇമാമീങ്ങളും ഇങ്ങെല്ലാവരും ഒരു വിഷയത്തിൽ ഒമ്മത്ത അഭിപ്രായ ഇത്തിഫാഖായിട്ട് വേണോ. ഇതായിത്തിക്കറ് ഇജ്മാഅ്. ഇത് മൂന്നാമത്തെ പ്രമാണ. ഇനി നാലാമത്തെ പ്രമാണമായിത്തിക്കറ് ഖിയാസ്. ഇതായിത്തിക്കറ് അൽ അദില്ലത്തുൽ അർബഅ. ഇതിൽ നിന്നായിട്ട് വേണോ ദീന് മനസ്സിലാക്കണേ. ഇനി നിങ്ങളൊട്ടിക്ക് കേൾക്കുന്നതായ ചോദ്യമായിത്തിക്കറേ, ഈ പ്രമാണത്തിൽ നിന്ന് സലഫിരങ്ങ വ്യഭിചരിച്ചിരാരാ അല്ല ആര് വ്യഭിചരിച്ചിರೋ ചൊന്തു തപ്പിപ്പോയിരാറ് ചൊന്തു പ്രമാണബദ്ധമായിട്ട് നിങ്ങൾക്ക് കാട്ടിക്കു സാധ്യമുണ്ടാ ഇല്ല. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇതേ സ്റ്റേജില് കുറെ നാൾക്ക് മുന്നലു സലഫിരങ്ങൾക്ക് മറുപടി ചൊന്തുള്ളതായ പ്രസംഗം നിങ്ങൾ കേട്ട് തിക്കുവാറേ. ഒന്ന് നാ ചൊന്ന ചെമ്മ ആരോപണ തികരണങ്ങളെ മേലാക്കിരോ. രണ്ടാമത് അള്ളാഹുരെ വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഓദിത്ത് അതിനെ ദുർവ്യാഖ്യാനാക്കിത്തെ ഷിർക്കറോ ന്യായീകരിക്കുന്നതായിത്തിക്കറ് ഞങ്ങൾക്ക് കേൾക്കുക സാധ്യായോ. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. എന്തായിത്തിക്കറ് സഹോദരന്മാരെ, ഒരു മുസ്ലിയാർ ചൊന്നതായിത്തിക്കറ് ഇതേ സ്റ്റേജില് നിങ്ങൾ ബാത്തിലോ ബാത്തിൽ കൊണ്ടു നിങ്ങൾ നേരിടണോ. നഊദു ബില്ലാഹ് സുമ്മ നഊദു ബില്ലാഹ്. അതാ നിങ്ങൾക്ക് ദീന് പിടിപെട്ടിയോ, അതാ അള്ളാഹുടെ റസൂല് പിടിപെട്ടിരോ, അതാ ഇമാമിങ്ങ പിടിപെട്ടിരോ, അതാ സുന്നത്ത് ജമാഅത്ത്. ബാത്തിലോ ബാത്തിൽ കൊണ്ടുത്താ നേരിട്ടത്, ബാത്തിലോ ബാത്തിൽ കൊണ്ടുത്താ ഉത്തര കൊടുക്കുന്നത് അല്ല, ബാത്തിലോ പ്രമാണ കൊണ്ടുത്തു ഹക്ക് കൊണ്ടുത്താ ഉത്തര കൊടുക്കണേ. ഇത് കൂടെ മനസ്സിലാക്കുള്ളതായ സാമാന്യ ബുദ്ധി കൂടെ ഇല്ല മാറിപ്പോയല്ലേ. ശുദ്ധ ഖുർആന്റെ ഒരു ആയത്തായിത്തിക്കറിനൊക്കെ നെനപ്പാവടോ. ഏതായിത്തിക്കറ ആയത്ത്? സൂറത്തുൽ കഹഫ്. പ്രതി വെള്ളിയാഴ്ച ഓതുറതായിത്തിക്കറ് ഈ മുസ്ലിയാക്കന്മാർ ഓതുറതായിത്തിക്കറ്. എന്തായിത്തിക്കറ ആയത്ത്? അല്ലാഹു ചൊൽറവമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ. വമാ നുർസിലുൽ മുർസലീന, ഒരു റസൂലുരെയും ഇതാ ഞങ്ങൾ നിയോഗാക്കിത്തില്ല, കടുത്തിത്തില്ല ഭൂമി ലോകത്തുക്ക്.
ജണ്ട് കാര്യത്തിക്ക് ബെന്മായിട്ടല്ല മാറ് ഏതായിത്തിക്കറ ജണ്ട് കാര്യ ഇല്ലാ മുബശ്ശിരീന വ മുൻദിരീൻ ഒന്നോ ശുഭവാർത്ത അറിയിക്കുകയായിട്ട് സന്തോഷ വാർത്ത അറിയിക്കുകയായിട്ട് അള്ളാഹുരെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുരെ നബീരെ മനസ്സിലാക്കിയിട്ട് ദീനരെ പ്രമാണബദ്ധമായിട്ട് മനസ്സിലാക്കിയിട്ട് അള്ളാഹുരെ പേടിച്ചിട്ട് ജീവിച്ചിട്ട് അതിൽ ഇസ്തിഖാമത്തിൽ മരിക്കരോടത്തോളം നിന്നതായ ആൽമാർക്ക് സ്വർഗം ഉണ്ടു അത് ശാശ്വതമായി തിക്കര് അള്ളാഹു തൻ്റെതായ പ്രതിഫലമായി തിക്കര് ആ സ്വർഗക്ക് ശാശ്വതമായി തിക്കര് ആ സ്വർഗത്തിലെ ദുനിയാവുര ഒരു സുഖ ആഡംബരത്തിലും നമുക്ക് വർണ്ണനാക്കുക സാധ്യല്ല ഈ സ്വർഗ കൊണ്ടത്ത് സന്തോഷ വാർത്ത അറിയിക്കുകയായിത്തൈത്തിക്കര് അള്ളാഹു മുർസലീങ്ങളെ നിയോഗായിക്കരോ അള്ളാഹു ചൊല്ലുற സൂറത്തുൽ കഹ്ഫ് അതേപോലെ മുൻദിരീൻ മുന്നെച്ചരിക്ക തറുകുബേനായിട്ട് അള്ളാഹുരെ മറന്നിട്ട് ദീനരെ മറന്നിട്ട് റസൂലുരെ ചര്യരെ മറന്നിട്ട് സ്വഹാബീന്മാരെ പ്രവർത്തനത്തിനെതിരായിട്ട് ദീനരെ മേൽ പുതിയ ആചാരമായിട്ട് വെച്ച് കെട്ടിട്ട് പാവത്ത ആൽമാരെ മുഗ്ധ ആൽമാരെ ഇതാ ഇസ്ലാമിൽ നിന്ന് തിരുത്തപ്പാട്ടുകുബേനായിട്ട് ഇബ്ലീസിന്റെ പ്രേരണത്തിക്ക് പൗരോഹിത്യത്തിക്ക് അടിമപ്പെടുത്തുകുബേനായിട്ട് കൊണ്ടുവണ്ടതായ നൂതനവാദത്തിലെ ആൽമാർക്ക് മുന്നെച്ചരിക്ക തറുകുബേനായിട്ട് എന്തായിത്തിക്കറ് മുന്നെച്ചരിക മരണമുണ്ടു മരണത്തിന് ശേഷം ഖബറുണ്ടു ഖബറിന് ശേഷം ഇതാ പരലോക ചൊല്ലതായ രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ട് അവിടെ ഹിസാബുണ്ടോ അവിടെ നിന്റെ ദുനിയാവിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതായ പ്രതി ഒരു കാര്യത്തിൽ അള്ളാഹു ക്ലിപ്തമായിട്ട് ഇതാ രേഖപ്പെടുത്തുക അത് രേഖപ്പെടുത്തതായ കിതാബ് നിന്റെ കയ്യിൽ തണ്ട അത് തന്തു നിന്റെ ഒട്ടിക്ക് ബായിക്കുക ചൊല്ല അപ്പൊ നീനാക്കിയതായ ആരോപത്തുകയും അതേപോലെ നീനാക്കിയതായ ദുർവ്യാഖ്യാനവും എല്ലാം ക്ലിപ്തമായിട്ട് രേഖപ്പെടുത്തിയതായി തിക്കര് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ നിന്റെ നാവിൽ നിന്ന് ബണ്ടതായ ഓരോരോ പലക്കത്തോ അള്ളാഹു ഏൽപ്പിച്ചതായ മലായിക്കത്ത് അത് രേഖപ്പെടുത്താൻ മാറിയിക്കില്ല ചൊന്തു വിശുദ്ധ ഖുർആൻ അതായിത്തിക്കര സഹോദരന്മാരെ അപ്പോ നരക ഉണ്ട് ചൊല്ലതായ മുന്നെച്ചരിക്ക എനിക്ക് തറുകുബേനായിട്ടായിത്തിക്കൽ അള്ളാഹു മുർസലീങ്ങളെ കടത്തിരോ പിന്നെ അള്ളാഹു ചൊല്ലറ നീங்க നോക്കറോ ബാത്തിൽ കൊണ്ട് എതിർക്കുന്നു ചൊന്നതായ പാവത്ത ആൽമാരെ എതിർന്നു പഠിക്കാത്ത ആൽമാരെ എതിർന്നു അങ്ങനെ ഈമാനുരെ കവർന്നെടുക്കുകയായിട്ട് അങ്ങനെ ഹിദായത്തിൽ നിന്ന് തിരുത്തപ്പാട്ടുകയായിട്ട് അങ്ങനെ ഇതാ നരകത്തേക്ക് നരകത്തേക്ക് പോകൂ പ്രേരണാകൃതായ മുസ്ലിയാക്കന്മാരെ ചിന്തിക്കറൂ നിങ്ങൾ ബില്യാസ ഓദ്രതല്ലേ അല്ലാഹു ചൊല്ലെ നോക്കറോ വയുജാദിലുല്ലദീന കഫറൂ ബിൽ ബാതിൽ വയുജാദിലുല്ലദീന കഫറൂ സത്യനിഷേധിയായ ആൽമാര് അങ്ങേതാ തർക്കിക്കാറ് കാഫിർ ചെന്നെങ്കിൽ സത്യത്തിനെ നിഷേധിക്കുന്നു ചൊല്ലതായ അർത്ഥായിത്തിക്കര് അവನು മുസ്ലിമിൽ ഇന്ന ഉണ്ടായെങ്കിൽ മുസ്ലിമരെ പേരായിട്ടായെങ്കിൽ സത്യത്തെ നിഷേധിച്ച ഉണ്ടായെങ്കിൽ അവനക്ക് ഉപയോഗിക്കുന്നതായ പദമായി തിക്കര് കുഫുറോ ഇത് നിന്റെ ബകയല്ല അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അപ്പൊ സത്യനിഷേധിയായ ആൽമാർ തർക്കിച്ചുകൊണ്ടുള്ളാറ് ബിൽ ബാത്തിലി സുബ്ഹാനല്ലാഹ് ഖുർആൻ സൂറത്തുൽ കഹ്ഫ് ബാത്തിൽ കൊണ്ട് തന്നെ തർക്കിച്ചുകൊണ്ടുള്ളാറ് ഇത്ര ക്ലിയർ ആയിട്ട് പ്രവാചകന്മാർ മുന്നെച്ചരിക്ക തന്തും അതേപോലെ ശുഭവാർത്ത തന്തും സത്യനിഷേധിയായ ആൽമാർ ബാത്തിൽ കൊണ്ട് തർക്കിച്ചുകൊണ്ടുള്ളാറ് എന്ത് കയറ്റിക്കരങ്ങ തർക്കിച്ചോ ലിയുദ്ഹിലു ബിഹിൽ ഹഖ്ഖ സത്യത്തുറ വടക്കുകയായിട്ട് ഹക്കിരെ ഇല്ലാണ്ടാക്കുകയായിട്ട് ഹക്കിരയുടെ നസിപ്പാട്ടുന്നു ചൊന്ത് ഹക്കിരയുടെ ഇല്ലാണ്ടാക്കുന്നു ചൊന്തു ಅದರ ಮೂಲ ಗುಂಪಾಕೊಂಡು ಚೊಂತು ಬಾತಿಲಿರೋ ಅಂಗ ಬಾತಿಲು ಕೊಂಡುತ್ತಿದ ತರ್ಕಿಚ್ಚೊಂಡುಳ್ಳಾರೆ ಶುದ್ಧ ഖുർആൻ നാളെ ചൊല്ലണ്ട നിന്റെ ബഗൽ കൂട്ടേണ്ട വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് 56 ആയത്ത് അല്ലാഹു ചൊല്ലറ വത്തഖദു ആയാതി വമാ ഉൻദിറു ഹുസ്വാ നിന്റെ ആയത്ത് അങ്ങളെ എതിർലിന്തും
ನನ್ನ ದೃಷ್ಟಾಂತಗಳ ಎದುರು ನಿಂತು ಆ ನನ್ನ ಆಯತ್ತರು ನನ್ನ ದೃಷ್ಟಾಂತರು ಅದರ ഒരു തമാശ ആയിട്ട് ഒരു കളികൊമ്പെ പോലെ ആയിത്തിക്കറങ്ങ കാണുറോ പേടിയില്ല ഖുർആനര ദുർവ്യാഖ്യാനാക്കുക അനക്ക് ഭയമില്ല കാരണം മുസ്ലിയാർ ചൊന്നത് എന്തായിത്തിക്കറേ ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅകും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിറിലെ 14ാമത്തെ ആയത്ത് ചൊല്ലു ഈ ആയത്തുക്ക് നിങ്ങൾ എങ്ങനെ അർത്ഥം ബേക്കൊന്ന് പിടിയുണ്ടാ ചിന്തിക്കറു സഹോദരന്മാരെ വിമർശനക്രതല്ല എങ്ങനെ നിങ്ങൾ അർത്ഥം ബേക്കൊന്നു ബാത്തിൽ കൊണ്ടു നിങ്ങൾ നേരിടണു അള്ളാഹു ഖുർആനിൽ ചൊല്ലാ ഇന്നൽ ബാത്തില കാന സഹൂക നിശ്ചയമായിട്ട് ബാത്തില് അത് ഇല്ലാണ്ടാവിടതായിത്തിക്കറ് അത് നശിக்கிறതായിത്തിക്കറ് ഹക്ക് നിലനിൽക്കും എന്തായിത്തിക്കറ് ഇൻ തദൂഹും അർത്ഥം വെച്ച് കൊടുക്കുകയാൽ നീ അങ്ങനെ വിളിച്ചിട്ടായെങ്കിൽ ലാ യസ്മഉ ദുആഅകും അങ്ങനെ നിങ്ങളെ ബിലിരെ കേൾക്കാറ് അങ്ങനെ നിങ്ങൾ അർത്ഥം വയ്ക്കണു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ബേജാറുണ്ട് ദുഃഖമുണ്ട് ഖേദമുണ്ട് ചിന്തിക്കോളൂ സഹോദരന്മാരെ ആറിൽ കളിക്കറോ ആറൊട്ട് കളിക്കറോ ഇത് സലഫിരങ്ങളൊട്ടിക്ക് കളിക്കറോ SKSM ആൾമാരൊട്ടിക്ക് നമ്മ കളിക്കറോ അല്ലല്ലേ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥ കലാമുലായത്തിക്ക് കളിക്കറോ ലാ യസ്മഉ ദുആഅകും ഇണ്ട് തോലും ലോകത്ത് വന്നതായ ഒരു മുഫസ്സിർ കൂടാ പഠിപ്പാട്ടാത്തതായ ആശയായിത്തിക്കറ് ഗൗരവമായിട്ട് ചിന്തിക്കണായത് കേക്കിറിണ്ട് ചൊന്ന് നിങ്ങൾ അർത്ഥം വയ്ക്കണു അപ്പൊ ബാത്തിൽ കൊണ്ടെത്ത് നേരിടണു അതുകൊണ്ടത്ത് ചിന്തിക്കൊരു ബാത്തിൽ കൊണ്ടെത്ത് നേരിട്ടത് മുസ്ലിമിന്റെ ക്വാളിറ്റി അല്ല ഈമാനിന്റെ ക്വാളിറ്റി അല്ല അഹ്ലു സുന്നത്തിക്ക് പരിചയുന്നതായ ക്വാളിറ്റി അല്ല ജൂതന്മാരെ യഹൂദിമാരെ നസറാനിമാരെ കൾച്ചറായിത്തിക്കറേ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതായിത്തിക്കറ് ഞാൻ നിങ്ങൾക്ക് ചൊന്നേ ഇതായിത്തിക്കറ് നിങ്ങൾ മനസ്സിലാക്കിബെക്കണായത് അതേപോലെ പിന്നെ ഇവിടെ ചൊന്നത് എന്തിനെ ചൊന്നിട്ടായെങ്കിൽ ഈ ആയത്തിൽ ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅകും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കോറു നിങ്ങൾ ഒട്ടിക്കാറൊട്ടിക്കനാ ചൊല്ലില്ല നിങ്ങൾ സലഫിരെ മെമ്പർഷിപ്പ് എടുക്കുന്നു ചൊന്ത് ഇല്ല ആറുകുട്ടിക്ക് മങ്ങത്തവർ വാശിനെങ്കില്ല ചിന്തിക്കോറു സത്യം നിങ്ങൾ മനസ്സിലാക്കോറു എന്തായിത്തിക്കതിന്റെ അർത്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറോ ഷറഫായ നാവിൽ നിന്ന് സ്വഹാബിമാർക്ക് ആയത്ത് ഓതിക്കൊടുത്തു തല്ലേ ആ സ്വഹാബിമാർ അങ്ങനെ അനുയായിമാർക്ക് ഓതിക്കൊടുത്താറല്ലേ അതിന് പിന്നെ വന്നതായ തബൗതാബീങ്ങൾക്ക് ഓതിക്കൊടുത്താറല്ലേ അങ്ങനെ സലഫീങ്ങളെ അങ്ങനെ മുന്നോട്ട് കഴിഞ്ഞു പോയതായ സലഫു സ്വാലീങ്ങ ഇമാമിങ്ങ ലോകത്ത് വിശുദ്ധ ഖുർആനിക്ക് വ്യാഖ്യാന എഴുതിയതായ മുഫസ്സിരീങ്ങ ആരെങ്കിലും ഇങ്ങനെ അർത്ഥം വെച്ചിരാറെ നിങ്ങൾ ചിന്തിക്കോറൂ എന്താ അത് കൊടുത്ത അർത്ഥങ്ങൾ എല്ലാവരും ഇൻ തദൂഹും നിങ്ങൾ വിളിച്ചിട്ട് തേടതായ ആൾമാർ ലാ യസ്മഉ ദുആഅകും അങ്ങനെ നിങ്ങളെ ബിലിരെ കേൾക്കമേ ഇല്ല നെഹ്വു പഠിച്ചതായ അറബി ഗ്രാമർ പഠിച്ചതായ മുസ്ലിയാക്കന്മാർക്ക് പിടിയാവും നഫീര അക്ഷര ഇട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്നതായി തിക്കറേ അങ്ങ നിങ്ങളെ ബിലി കേൾക്കമേ ഇല്ല അത് ക്ലിയർ ആയിട്ട് പിന്നെ വലൗ സമീഉ മസ്തജാബു ലക്കും എനിക്ക് കേൾക്കാറ് ചൊന്തല്ല നിങ്ങളെ വിശ്വാസ പ്രകാര അങ്ങ് കേൾക്കാറ് ചൊന്തു നിങ്ങൾ ബിയരിച്ചെങ്കിലും കേൾക്കില്ല ചൊന്ത് ക്ലിയർ ആയിട്ട് മസ്തജാബു ലക്കും അങ്ങനെ നിങ്ങൾക്ക് ഉത്തര തരകു സാധ്യമേ അല്ല ഇണ്ടുത്തോൾ അങ്ങനെ ഒരു ഉത്തര കിട്ടിയതായിട്ട് പ്രമാണബദ്ധമായിട്ട് കാട്ടിക്കു സാധ്യമല്ല അത് മാത്രല്ല വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും നിങ്ങൾ ആക്രതായ ശിർക്ക് ഖിയാമത്ത് നാൾ രണ്ടങ്ങ് എതിർക്കാറ് ഇതെത്തിക്കുന്നതിന് അർത്ഥ ഇനി നിങ്ങൾ ചിന്തിക്കൂ അപ്പോ
இங்க சொல்றது இது மக்கா முஷ்ரிக்கீங்களுக்கு மாத்திர பாதகயதாய்த்திக்கிறே. അങ്ങനെ ആരെങ്കിലും ഖുർആന്റെ ആയത്ത് ಅದು ಮಕ್ಕಾ ಮುಶ್ರಿಕೀങ്ങൾക്ക് ಮಾತ್ರ ಬಾಧಕ ಉಳ್ಳದಾಯ್ತಿಕ್ರೆ ನಂಗೆಂದು ಬಾಧಕ ಅಲ್ಲ ಚೊಂತು ಹೊರತ ಚೊನ್ನೆಂಟಾಗಿಲಿ ಆದ್ರೆ ವಿಧಿ ಅಂದ್ರು. ನಾನೆಂದು ಫತ್ವ ತರಗು ಪೋಂಡಿಲ್ಲೆ ನಿಷ್ಪಕ್ಷമായിട്ട് ഖിയാമത്ത് നാൾ തോല ബണ്ടതായ പ്രതി ഒരു മാനവ സമൂഹത്തിക്ക് ഇറങ്ങിയതായ വിശുദ്ധമായ ഗ്രന്ഥ ഈ ഖുർആൻ ഒരു അർഫുക്കും ഒരു പുള്ളിക്കും ഒരു ആയത്തുക്കും ഒരു സൂറത്തുക്കും വ്യത്യാസം ഇല്ലാമാരെ ಇದರ ಸಂರಕ್ಷಣೆ ഏറ്റെടുത്തതായ മലിക്കുൽ ജബ്ബാർ അല്ലാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാൾ തോല സംരക്ഷണാക്രതായ കാക്രതായ ഈ വിശുദ്ധമായ ഗ്രന്ഥ ഇത് മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് മാത്രം ഇറങ്ങിയത് ചൊന്തു വർത്ത ചൊന്നേಂಟಾയെങ്കിൽ ಅದರ ಹುಕುಂ ಎಂದ್ರು ಇದೈತಿಕ್ರೆ ನಂಗೆ ಉತ್ತರ ತರಣಾಯೇ. ഇനി നിങ്ങൾ നോക്കൂ, എല്ലാ മുസ്ലിയാക്കന്മാർ ചൊല്றது എല്ലാ മുഫസ്സിരീങ്ങ ചൊന്നാറ് ഇത് ഐ അൽ അസ്നാം. ചിന്തിക്കൂ, നിങ്ങ നല്ലതുപോലെ നിങ്ങൾ മനസ്സിലാക്കൂ. ഇത് ബിംബത്തിന്റെ വിഷയത്തിലായിത്തിക്കര്, ബുദ്ധുര വിഷയത്തിലായിത്തിക്കര്, അസ്നാം ബിംബത്തിന്റെ വിഷയത്തിലായിത്തിക്കര്. ആറ് ചൊന്നേ മുഞ്ഞാന്റെ മുസ്ലിയാർ അർത്ഥം കൊടുത്തേ തഫ്സീറിൽ ഉണ്ട് ശരി, അവിടെ സ്റ്റോപ്പാ. എന്തുക അവിടെ നിങ്ങൾ നിപ്പാട്ടിയോ അതിനപ്പുറം നിങ്ങൾ ഓതോ അതേ തഫ്സീറിൽ അതേ ഗരല് ഐ അൽ അസ്നാം വൽ ഔസാൻ ഇതും അതിൽ ഇല്ലേ. എന്തുക നിങ്ങൾ ഔസാന് ബുട്ടേ ചിന്തിക്കോണേ നോക്കൂ. നിങ്ങ ബേന്മായ ഞാനിപ്പോ ആയത്ത് ഓതിയല്ല, ബേന്മായക്ക് ബേന്മായതുപോലെ സെറ്റാക്കറോ. മുഫസ്സിരിങ്ങ എല്ലാം ചൊന്നാർ. ഇബ്നു കസീർ അയാളെ തഫ്സീറിലും ഇമാം ഖുർത്തുബി അയാളെ തഫ്സീറിലും ലോകത്ത് വന്ന് എല്ലാ മുഫസ്സിരിങ്ങ ആയത്തുക്ക് തഫ്സീർ കൊടുത്തിറാറ് ഐ അൽ അസ്നാം. അവിടെ സ്റ്റോപ്പ് ആക്കിത്തില്ല, വൽ ഔസാൻ ഔസാനും പെട്ടിത്ത്. ഔസാന് ചെന്നെങ്കിലും മുസ്ലിയാരെ ബിമ്മ ചൊന്ത് മാത്രം ಅದಕ್ಕೆ ಅರ್ಥ ആരങ്ങനെ അർത്ഥം കൊടുത്തറോ എല്ലാ മുഫസ്സിരിങ്ങ തഫ്സീറിൽ എന്തിനാ അർത്ഥം കൊടുത്തറോ ഔസാനുക്ക് നിങ്ങ ആരാധിക്കപ്പെട്ടതായ ഏതൊരു വസ്തുവും நீங்க அங்களொட்டிக்கு பில்ச்சு தேடுறது, நீங்க அங்கக்கு ஆக்குறதாய ஆராதனை ஆய்த்திக்கிறே. அங்களை பில்ச்சித்து நீங்க சத்திடுறது, அங்களொட்டிக்கு ஆக்குறதாய ஆராதனை ஆய்த்திக்கிறே. அங்கள பேர்ல நீங்க அறுக்கிறது, அங்களொட்டிக்கு ஆக்குறதாய ஆராதனை ஆய்த்திக்கிறே. இத ஆய்த்திக்கிற ஔசான் ஐ அல் அஸ்னாம் ബുദ്ധു ബിമ്മ. അതേപോലെ ഔസാൻ ഔസാനിൽ എല്ലപ്പെട്ടിട്ട് നിങ്ങൾ ആരാധിക്കുന്നതായ എന്തെല്ലാം ഉണ്ടാ ഇതെല്ലാം ഔസാനിൽ പെട്ര്, ബുദ്ധും പെട്ര്, ദുർഗവും പെട്ര്, ദർഗവും പെട്ര്, എന്തെല്ലാം ഉണ്ടാ നിങ്ങൾ ആരാധിക്കുന്നതായ ബസ്ത് ഖബറ് എന്ത് വേണമെങ്കിലും ആവട്ടെ അതെല്ലാം ഔസാനിൽ പെട്രില്ല മുസ്ലിയാരെ. ഇത് തഫ്സീറിൽ ഇല്ല മുസ്ലിയാരെ. എന്ത് കാര്യത്തിക്ക് നിങ്ങൾ ഇതിനെ ഒണപ്പാട്ടിത്ത് വെച്ചിരോ ക്ലിയർ ആയിത്തിക്ക്. ഇനി അത് മാത്രല്ല തഫ്സീറിൽ പിന്നെയും ഞങ്ങൾക്ക് കാണ്ട് ഖുർത്തുബിയുടെ തഫ്സീറിൽ കാണ്ട് നിങ്ങൾ ഇൻതദൂഹും ലാ യസ്മഉ ദുആഅക്കും നിങ്ങൾ ബിൽച്ച് തേടുന്നതായ ആൽമാറ് അത് ആരായെങ്കിലും സമ, ഔസാനായെങ്കിലും സമ, അസ്നാമായെങ്കിലും സമ, അതേപോലെ അമുവാത്ത് മരിച്ചുപോയ ആൽമാരായെങ്കിലും സമ. അതും ചൊന്നില്ല മുസ്ലിയാർ ഒണിപ്പാട്ടിത്ത് വെച്ചിട്ട് ആ മൂവാത്ത്. അല്ലെങ്കിൽ നിങ്ങൾ ചൊല്ലണം അത് മുസ്ലിമായിട്ട് മരിച്ചുപോയ ആൾമാരെ ബിസി അല്ല, പിന്നെ കാഫിറായിട്ട് സത്യനിഷേധിയായിട്ട് ചത്തുപോയതായ മക്കത്തെ മുസ്ലിങ്ങളെ ബിസിയായിട്ട് കയറി ചൊല്ലുകുതയിലുണ്ടാ. നോക്കൂ സഹോദരന്മാരെ, അപ്പൊ ഹക്കിരെ മുടി വയ്ക്കറോ ക്ലിയർ ആയിത്തിക്കറി. അള്ളാഹുര വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് കൂടാ അള്ളാഹു അല്ലാത്ത ആൽമാരെ വിളിച്ചു തേടകൂ തെളിവായിട്ട് കൊണ്ടുവരകൂ ഖിയാമത്ത് നാൾ തോല സാധ്യമല്ല, സാധ്യമേ അല്ല. വിശുദ്ധ ഖുർആനില് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കക്ക് ബേനായിട്ട് ദുആർന്നത്, സക്കരിയ നബി അലൈഹിസ്സലാം വയസ്സുകാലത്ത് മക്കക്ക് ബേനായിട്ട് ദുആർന്നത്, യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിന്റെ ഉൽഗത്തിൽ ദുആർന്നത്, യൂനുസ് നബി അലൈഹിസ്സലാം മീനിറ ഭയത്തിൽ ദുആർന്നത്, അതേപോലെ സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആർന്നത്, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ദുആർന്നത്, ഈസാ നബി അലൈഹിസ്സലാം ദുആർന്നത്. ഇങ്ങനെ
പ്രവാചകന്മാർ ദുആർന്നതായ ദുആ വിശുദ്ധ ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പല ആയത്തിലും പല സൂറത്തിലുമായിട്ട്, പല ആയത്തിലും സൂറത്തിലുമായിട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രാർത്ഥന ദുആ അല്ലാഹു അല്ലാത്ത ആൽമാരെ വിളിച്ച് തങ്ങ ദുആർന്നറാ. നൂഹ് നബി അലൈഹിസ്സലാം ദുആർന്നിട്ടില്ലേ? നൂഹ് നബി അലൈഹിസ്സലാമരെ മുന്നോലോ ആദം നബി അലൈഹിസ്സലാം കഴിഞ്ഞു പോയിട്ടില്ലേ? ആദം നബി അലൈഹിസ്സലാമരെ തവസ്സുലാക്കിയിട്ട് നൂഹ് നബി അലൈഹിസ്സലാം ദുആർന്നത് നിങ്ങൾക്ക് കാട്ടിക്കു സാധ്യമുണ്ടാ? ഇല്ല സഹോദരൻ. അപ്പൊ അത്രയും പ്രമാണബദ്ധമായി തിക്കര്, ക്ലിയർ ആയി തിക്കര്. നന്റെ ബഗിൽ നാണ് എന്തും ഒരു അർഫ് കൂടെ കൂട്ടിത്തി ചൊന്തില്ല. വല്ലാഹ് ക്ലിയർ. നിങ്ങൾ മനസ്സിലാക്കൂ, ചിന്തിക്കൂ, നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ചിന്തിക്കൂ, വാശി പിടറൂ. എന്ത് കയത്തിക്കര് നിങ്ങൾ വാശി പിടിക്കൂ. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. സ്വർഗത്തുക്ക് ബനായിട്ട് നിങ്ങൾ തർക്കിക്കോറൂ, സ്വർഗത്തുക്ക് ബനായിട്ട് നിങ്ങൾ വാശി പിടിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചെന്ന സ്വർഗത്തിലെ സുഖാഡംബരത്തിൽ അല്ലാഹു തആല വിശദീകരിച്ചിട്ട് ഈ സ്വർഗത്തുക്ക് ബനായിട്ട് നിങ്ങൾ വാശി പിടിക്കോറൂ. ബാത്തിൽക്ക് ബനായിട്ട് നിങ്ങൾ എന്ത് കയത്തിക്കറാരോ വാശി പിടിക്കറോ. ഇത് നിങ്ങൾ നോക്കോറോ. ഇമാം തബ്രി അഗ്രഗണ്യ മുഫസ്സിറായി തിക്കറ്, അയാൾ ഈ സൂറത്തുൽ ഫാത്തിറയിൻ തദൂഹും ലാ യസ്മഉ ദുആക്കും വലൗ സമിഉ മസ്തജാബു ലക്കും சொல்றதாய ஆயத்துக்கு விசதீகரணம் கொடுக்கிறது நீங்க நோக்கறோ. இன் ததூஹும் ஐயு அன்னாஸ் ஹவுலாஇ മുശ്രിഖീൻ എന്തിനെത്തിക്കറി ചൊന്നെ അയ്യുഹന്നാസ്. അയ്യുഹന്നാസ് ചൊന്നെങ്കില് അറബി പഠിച്ചതായ ആൾമാർക്ക് പിടിയാവും. മുഫസ്സിരീങ്ങ ഇമാമിങ്ങ ചൊന്നാർ അത് മഅദൂഫായി തിക്കറി. ഏ മനുഷ്യന്മാരെ, അല്ലാഹു അല്ലാത്ത ആൾമാരെ വിളിച്ചു തേടുകയായിട്ട്, അങ്ക് നേർച്ച കൊടുക്കുകയായിട്ട്, അങ്ങളെ മേൽ ബലികർമാക്കുകയായിട്ട് ഈ ആയത്തിനെ ദുർവ്യാഖ്യാനാക്കുന്നതായ മനുഷ്യന്മാരെ ഇതായി തിക്കറ അയ്യുഹന്നാസ് മഅദൂഫായി ചൊന്നറോ. എന്തിനാ ചൊന്നേ? ഈ കൂട്ട ആൾമാരായി തിക്കറാറ് സത്യത്തിൽ മുശ്രിക്കീങ്ങ ചൊന്നെങ്കിൽ പത്ര ക്ലിയർ ആയി തിക്കറ്, പ്രമാണബദ്ധമായി തിക്കറ്. അതിനങ്ങ് ചിന്തിക്കണോ, മനസ്സിലാക്കണോ. എന്ന് ഉത്തര തന്തില്ല ചൊന്തു ചൊല്ലണ്ട. പ്രമാണബദ്ധമായിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും ഇമാമിങ്ങളെ വിശദീകരണം ഇട്ടിട്ടാണ് അത് പ്രമാണബദ്ധമായിട്ടാണ് അത് വിശദീകരിച്ചത്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, പിന്നെ ഒന്നു അല്ലാഹു അല്ലാത്ത ആൾമാരെ വിളിച്ചു തേടുകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് ഇസ്തിഗാസക്കുകയായിട്ട് തെളിവ് കൊണ്ട ഒരു ആയത്തായിത്തിക്കരു സൂറത്തു നിസായിരോ 64ാമത്തെ ആയത്തിലെ ഒരു ഭാഗ ഇതായിത്തിക്കരെ ചിന്തിക്കൂ. നിങ്ങൾ വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. சொல்றதாയ ആയത്ത്, ആ ആയത്തിലെ സബബുൻ നുസൂൽ എന്ത് ചൊന്ത് എല്ലാവർക്കും പിടിയുന്ന വിഷയായിത്തിക്കറ്. എന്ത് കാരണത്തിലായിത്തിക്കറ് ആയത്ത് ഇറങ്ങിയോ? മക്കത്തെ മുശ്രിക്കീങ്ങളായ ആൽമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പലക്കത്തങ്ങ വിമർശനാക്കിയാറ്, തമാസാക്കിയാറ്, കളിയാക്കിയാറ്. ഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നു കൊടുത്തും മൂജിസത്ത് പ്രകടനാക്കിത്തും അള്ളാഹുവിടെ ദൃഷ്ടാന്തത്തുറ കുതിരത്തുറ ഇത് അങ്ങനെ ദുർಲು ചൊന്നു കൊടുത്തും ഹക്കിൽ നിന്ന് അങ്ങ ഇതാ ദൂരത്തിന്ന് പോയാറ്. അങ്ങനെ വിഷയത്തിലായി തിക്കറ് അള്ളാഹു ആയത്തിറക്കിരോ. അനക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കുന്നുണ്ടായെങ്കില്, മാഫ് കൊടുക്കുന്നുണ്ടായെങ്കില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്ത് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് നമ്പലാക്കിത്ത്, ബേജാറാക്കിത്ത്, അക്രമാക്കിത്ത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടിಗೆ അങ്ങ ಬಂತಿದ ഇസ്തിഗ്ഫാർ അല്ലാഹുരൊട്ടിಗೆ ആക്കുകയായിട്ട് അങ്ങ് തേടിയണ്ടായെങ്കില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ക് മാഫ് കൊടുത്തുത്തോ. അല്ലാഹുര റസൂലു അങ്ക് ബേനായിട്ട് ഇസ്തിഗ്ഫാർ പാപമോചന തേടിയണ്ടായെങ്കില് അങ്ങ് അല്ലാഹുരൊട്ടിಗೆ തേടിയണ്ടായെങ്കില് ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. റഹീമായ പരമകാരുണികനായ റബ്ബു അങ്കിതാ തൗബ കൊടുക്കുന്നതിതാ നിങ്ങൾ കാണുവാറ്, കണ്ടെത്തുവാറ്. ഈ ആയത്തായി തിക്കറ് നിങ്ങൾക്ക് തെളിവ് ചൊന്തു.
മുസ്ലിയാക്കന്മാർ ചൊന്നുകൊണ്ടുള്ള ഒരു മുഫസ്സിർ കൂടാ അള്ളാഹുരെ ഭൂമിയുടെ അടിയിൽ ജീവിച്ച് മരിച്ചുപോയെ ഒരു മുഫസ്സിർ കൂടെ ഈ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്തിലെ അടിസ്ഥാനത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടിಗೆ ഇസ്തിഗാസ ആക്കുകയായിട്ട് ഈ ആയത്ത് തെളിവായി തിക്കര് മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടിಗೆ ആവലാതിരോ കഷ്ടത്തിര ബോധനാക്കുക ഈ ആയത്ത് തെളിവായി തിക്കര് ഇതായി തിക്കര് ಇದರ സബബ് നുസൂൽ ചൊന്തു ഒരു മുഫസ്സിർ കൂടെ ചൊന്നതായിട്ട് നിങ്ങൾക്ക് കാട്ടിക്കുക സാധ്യമുണ്ടാ ഇല്ലല്ലോ സഹോദരന്മാരെ അതിൽ ആർക്ക് തർക്കമുള്ളേ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഹയാത്ത് കാലത്ത് നടന്ന ഒരു സംഭവമായി തിക്കരേ മരിച്ചുപോയെന്ന് പിന്നെ നടന്ന ഒരു സംഭവം അല്ല ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുന്നിലല്ലേ ഇറങ്ങിയോ ഇത് അങ്ങനെ മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടിಗೆ സഹായക്കേക്ക് തെളിവാടോ ചിന്തിക്കുന്ന ആൾമാർക്ക് നിഷ്പക്ഷമായിട്ട് ചിന്തിക്ക സാമാന്യ ബുദ്ധി നേട്ടെങ്കിൽ ഇപ്പൊ നന്നെ ഒരാളെ അക്രമാക്കിത്ത് നക്കൊരാള് പ്രസംഗിക്കുമ്പോഴത്തേക്ക് കല്ലെറിഞ്ഞിട്ട് നന്റെ തല പൊട്ടിത്ത് നക്കാക്കിയതായ അക്രമമായി തിക്കറി അതേപോലെ നിങ്ങക്ക് അതേപോലെ സംഭവിച്ചെങ്കിൽ ആ അക്രമാക്കിയതായ ആള് അള്ളാഹുരൊട്ടിಗೆ തൗബാക്കിത്ത് അള്ളാഹു അവനക്ക് തൗബ കൊടുക്കുറാണാ ഇല്ല എന്തുകൊണ്ടത് തൗബരെ ഷർത്തായി തിക്കരി അള്ളാഹുമായിട്ട് ബന്ധയുന്നതല്ല അടിമയുമായിട്ട് ബന്ധമുള്ളതായ ദോഷായി തിക്കരി പാപ്പായി തിക്കറവനാക്കിയോ നീ ആരെ അക്രമാക്കി നീ ആരെ ഗീബത്ത് ചൊന്നേ അവൻ്റെ ഒട്ടിಗೆ പോയിട്ട് നീನು മാഫ് കേൾക്കണം അവൻ പുറത്തു തന്നേണ്ടെങ്കിൽ അവൻ നിനക്ക് മാഫാക്കിയെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നിനക്ക് മാഫാക്കി തണ്ട ഇത് ക്ലിയർ ആയി തിക്കറ് അപ്പോ മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ വിളിച്ചിട്ട് സഹായത്തെ എടുക്കൂ ഈ ആയത്ത് എങ്ങനെ സഹോദരന്മാരെ ഇത് തെളിവാവിടോ പിന്നെ ഇങ്ങനെ തെളിവായിട്ട് കൊണ്ടുവന്നത് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ റഹ്മഹുള്ള ചൊന്നൂറുണ്ട് ഇബ്നു കസീറെ ഇങ്ങ നിന്ദിക്കുന്നതും നീചമായിട്ട് കണ്ടതും ഇങ്ങ പബ്ലിക്കായിട്ട് ചൊന്നതും ഞങ്ങളെ കയ്യിൽ ക്ലിപ്പുണ്ടു പിന്നെ എന്തിനായിത്തിക്കര് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തില് ഒരു അയറാബിരെ വിഷയം ചൊല്ലു ചിന്തിക്കറു നിങ്ങ ഒന്നാമത് ഞങ്ങൾ ഇതിൽ മനസ്സിലാക്കുള്ളത് ഈ അയറാബി ഗ്രാമീണവാസി സഹാബി എന്തു അല്ല ഒരു അറബി അല്ലാത്ത അയറാബി ഗ്രാമീണവാസി അയാളെ ഒരു സംഭവം ചൊല്ലു അത് ഹിക്കായത്തായി തിക്കരേ ഹിക്കായത്ത് പ്രമാണத்துக்கு തെളിവല്ല ഒരാൾ ചൊന്ന വിഷയം ചൊല്ലത് പ്രമാണத்துக்கு തെളിവല്ല ഇത് പ്രമാണം പഠിച്ച ആൾമാർക്ക് കിതാബ് പഠിച്ച ആൾമാർക്ക് മനസ്സിലാവുന്ന വിഷയത്തിക്കരേ അതും കള്ളക്കത്തയായിത്തിക്കരേ സ്വീകാര്യമല്ല എങ്ങനെ ആയിത്തിക്കരത് കള്ളക്കത്ത അവിടെ ഞാൻ എനിക്ക് ചൊന്തണ്ടേ ശ്രദ്ധിക്കോറോ എന്തായിത്തിക്കരേ ഈ അയറാബി ഈ ഗ്രാമീണവാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ മുട്ട ಬಂತಿದಾ ಆ ಮನುಷ್ಯ ಚೊಲ್ರಾರೆ ಅಯರಾಬಿ ಚೊಲ್ರು ನಬಿಯೇ അള്ളാഹുരെ ഖുർആനിൽ ആയത്ത് ഇറങ്ങിരല്ലേ നാള് കേട്ട ഏതായത്ത് വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ ഈ ആയത്ത് അള്ളാഹുരെ ഖുർആനിൽ ഇറങ്ങിരല്ലേ അതുകൊണ്ട് തീർച്ചയായിട്ടും നബിയെ നിങ്ങളെ മുട്ടനാണ് ബന്ന് നിന്റെ ദോഷത്തിന് നിങ്ങൾ പുറത്തു തറുകുബേനായിട്ട് ഞാൻ നിങ്ങളെ മുട്ട ബന്ന് നബിയേ ആറ് ചൊല്ലോ ഒരു അയറാബി ഇത് ഹിക്കായത്ത് ഇബ്നു കസീർ ചൊല്ലോ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഈ വിഷയത്തിൽ തുടങ്ങുന്നത് യുർസിദു സുബ്ഹാനഹു തആല അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ എന്തിനായിത്തിക്കര് മനസ്സിലാക്കുകയായിട്ട് ബയാനാക്കര് എന്തിനെ ചൊന്തു ഞങ്ങൾ മനസ്സിലാക്കണു തെളിവായിട്ട് കൊണ്ടുപറകല്ല ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ചൊന്നറോ അങ്ങനെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ചൊന്തല പച്ചക്കളവായിത്തിക്കരേ അങ്ങനെ നോക്കറു ആണ് അയറാബി ബന്ത് വഖദ് ജിഅതുക മുസ്തഗ്ഫിറൻ ലിദംബി ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മുട്ട ബന്ത് ചൊന്തു അപ്പൊ സാമാന്യമായിട്ട് നിങ്ങൾ ചിന്തിക്കോറു അങ്ങനെ അയറാബി ചൊന്തു പോയിട്ട് അങ്ങനെ ഉത്തുബി ചൊല്ലതായ ഒരാൾക്ക് കിനാവ് കണ്ടെത്തുള്ള ചിന്തിക്കോറു നിങ്ങ
ചൊന്നുറാറ് അയറാബി കിനാവ് കണ്ടാറുക ഉത്തുബിക്ക് എന്തിനെ കിനാവ് കണ്ടോ ഇന്നാൽ ഇന്നറായത്തുള്ളതായ അയറാബി ചൊല്ലതായ മനുഷ്യ നിന്റെ കബറിന്റെ മുട്ട ബന്ത് പാപമോചനത്തിന് ബന്ത് തേടിയ അതുകൊണ്ട് അവന്റെ പാപമോചന ഇതാ നാണ് ആക്കി അവനുക്ക് നാണ് മാഫ് കൊടുത്ത് അവന് സ്വർഗത്തിന് ആളായി അവനുക്ക് നാണ് മാഫ് കൊടുത്ത് ആരൊട്ടിക്ക് ചൊല്ലറോ ഉത്തുബിരൊട്ടിക്ക് അപ്പൊ നീ വിഷയം നീ പോയിട്ട് അയറാബിരൊട്ടിക്ക് ചൊല്ലണോ ഇതില് നിങ്ങൾ മനസ്സിലാക്കോ എന്തേ നബിരെ കബറിന്റെ മുട്ട ബന്ധ മനുഷ്യക്ക് കിനാവ് കാണാത്തോ ആ മനുഷ്യല്ല പോയിട്ട് ചൊന്നരെ ഉത്തുബി എവിടുത്തെ ആളെത്തിക്കറി ഇനി ഈ ഉത്തുബിരെ വിഷയത്തിൽ ഇമാമി എന്തിനെ ചൊന്നറാറ് അത് വിശദീകരിക്കുക പോയിട്ടെങ്കിൽ ചെമ്മ ഉണ്ടു അത് ഞാൻ അത് വിശദീകരിക്കില്ലേ ഇനി നിങ്ങൾ ചിന്തിക്കോറു സഹോദരന്മാരെ മനസ്സിലാക്കോറു നിങ്ങ ഇതായിത്തിക്കറി ഇങ്ങ ഒലവന്നവും ഇല്ലമോ അംഫുസവും ജാവുക്ക ചൊല്ലതായ ആയത്തിനെ ദുർവ്യാഖ്യാനാക്കിത്ത് ഈ അയറാബിരെ ഉത്തുബിരെ ചരിത്ര ചൊന്തു ഇതാ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തഫ്സീറിൽ ചൊന്നറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗೆ സഹായ കേൾക്കുവാനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായ കൊടുത്തത് ഇതായിത്തിക്കറി ഞങ്ങളെ പ്രൂഫ് ഇതായിത്തിക്കറി ഞങ്ങളെ തെളിവ് ചൊന്തു പിടിച്ചു കാട്ടുന്നതായിട്ട് ഞങ്ങൾക്ക് കണ്ട് ഇതായിത്തിക്കറി ഇതിലെ യഥാർത്ഥം നിങ്ങൾ മനസ്സിലാക്കോറു ഇനി അത് മാത്രമല്ല പിന്നെ നിങ്ങൾ മനസ്സിലാക്കോറു ഈ സംഭവ ഹിക്കായത്തായിട്ട് ഇമാം ഖുർത്തുബി അയാളെ തഫ്സീറിലും ഈ വിഷയം ചൊല്ലു രണ്ട് വൈരുദ്ധ്യം ഉണ്ടു സിലിയാരെ ഇബ്നു കസീറിന്റെ തഫ്സീർ ഒരു കയ്യിൽ പിടിച്ചിട്ട് ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ ഒരു കയ്യിൽ പിടിച്ചിട്ട് ചരിത്ര രണ്ടും ഒരുപോലെ ഉണ്ട് ചൊന്തു നിങ്ങൾക്ക് ചൊല്ലകു സാധ്യ ഉണ്ടായില്ല രണ്ടും പരസ്പര വൈരുദ്ധ്യമായി തിക്കര് അതുകൊണ്ട് എങ്ങനെ ആയിത്തിക്കര് ഈ സംഭവം വിശ്വസിക്കറോ അപ്പൊ ഹിക്കായത്ത് ഒരിക്കലും പ്രമാണത്തിന് തെളിവല്ല ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരു മുഫസ്സിർ കൂടാ മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സഹായ കേൾക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കഷ്ടത്തര ബോധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കബറിന്റെ മുട്ട പോയിട്ട് കഷ്ടബോധന കൊകുബേനായിട്ട് ഇതാ മക്കളെ കേൾക്കുബേനായിട്ട് ഉദ്ദേശിച്ച കാര്യം പൂർത്തിയായിട്ട് കിട്ടുകബേനായിട്ട് ദോഷ പുറത്ത് കിട്ടുകബേനായിട്ട് തെളിവാക്കിയിട്ട് അള്ളാഹുര ദുനിയാവിൽ ഒരു മുഫസ്സിറും എഴുതിയിട്ടില്ല ഇത് മുഫസ്സിരീങ്ങളെ മേൽ വെച്ച് കെട്ടതായ പച്ചക്കളവായി തിക്കരേ ചിന്തിക്കോർണിങ്ങ അങ്ങനെ ഇതായി തിക്കറി ഇതിന്റെ സംഭവ പിന്നെ ഒരു മുസ്ലിയാരോടെ ചെന്നതായി തിക്കറ് തറാവിര വിഷയ എന്തിനെല്ലാം ചൊല്ലുകൊണ്ടതെല്ലാം ചില്ലറേ പ്രമാണം ഇല്ല എവിടെ തെളിയില് എവിടെ പുറാവ കുൽ ഹാതു ബുർഹാനക്കും ഇൻ കുൻതും സ്വാദിഖീൻ വിശുദ്ധ ഖുർആൻ നിങ്ങൾ സത്യ ചൊല്ലുற ആൾമാർ ഒക്കുണ്ടായെങ്കിൽ ഖുർആന്റെ വെല്ലുവിളിയായിത്തിക്കറേ ഹാത്തു ബുർഹാനക്കും കൊണ്ടുവരണം നിങ്ങൾ തെളിവു ഇൻ കുൻതും സ്വാദിഖീൻ നിങ്ങൾ സത്യ ചൊല്ലുறതായ ആൾമാർ ഒക്കുണ്ടായെങ്കിൽ അപ്പൊ നോക്കൂ സഹോദരന്മാരെ അപ്പോ തറാവിര വിഷയ റമളാൻ ബറുകൈത്ത് രണ്ട് നാൾ കൂടി കഴിഞ്ഞിട്ടെങ്കിൽ പരിശുദ്ധമായ പരിപാവനമായ റമളാനായിത്തിക്കറ് നിങ്ങൾക്ക് ബന്നുറോ ബറുകു പോണ്ടോ അള്ളാഹു പൂർണ്ണമായിട്ട് അതിനെ സ്വീകരിച്ചിട്ട് ഇബാദത്ത് എടുക്കൂ അവന്റെ ഇഷ്ടദാസന്മാരൊട്ടിക്ക് സേറുക അള്ളാഹു നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ അപ്പൊ റമളാനില് പ്രത്യേകമായിട്ട് നിസ്കരിക്കുന്ന ഒരു നിസ്കാരമായിട്ട് തിക്കറ് തറാവി അപ്പൊ ഈ തറാവി സലപ്പിറങ്ങ അയാളെ ഭാഷയില് നൂതനവാദി ആൾമാര് 8-3 പോയിനൊന്നും അങ്ങനെ നിസ്കരിക്കാറ് ഇത് ഇജ്മാക്ക് എതിരായിത്തിക്കറേ സ്വഹാബിമാർ ആക്കാത്തതായിത്തിക്കറ് ഇത് നൂതനവാദായിത്തിക്കറ് ചൊന്ത അയാൾ ചൊന്തു അയാൾ ഓതിയ ഒരു ഹദീസ് ഉണ്ട് അത് ഞാൻ വിശദീകരിക്കറേ നിങ്ങൾ നോക്കൂ ഞങ്ങൾക്ക് നിസ്കാര പരിപാട്ടി തന്നത് നിങ്ങൾ എങ്ങനെ നിസ്കരിക്കുന്നു ചൊന്നത് ഞങ്ങളെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിത്തിക്കറ് ഈ ഹദീസിന്റെ വിഷയത്തിൽ തർക്കമില്ലല്ലേ ആർക്കും തർക്കമില്ലല്ലേ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി ഞാൻ എങ്ങനെ നിസ്കരിച്ചിരേ അതേപോലെ നിങ്ങൾ നിസ്കരിക്കുന്നു ചൊന്തു നിങ്ങൾക്ക് പരിപാട്ടി ആളാറായിത്തിക്കറ് നിസ്കരിച്ചിട്ട് കാട്ടിച്ചിട്ട് തന്ന ആളായിത്തിക്കറ് ഞങ്ങളെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു നിങ്ങൾ നിസ്കരിക്കൂ കമാ സല്ലൈതുമൂനി ഉസല്ലി ഞാൻ എങ്ങനെ നിസ്കരിച്ചിട്ട് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കൂ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് എത്രയായിത്തിക്കറ് മുസ്ലിയാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 റക്അത്ത് തറാവി നിസ്കരിച്ചത് ഒരു ഹദീസിൽ നിങ്ങൾ കാട്ടി തന്നിട്ടായെങ്കിൽ നിന്റെ വെല്ലുവിളിയായിത്തിക്കറ് ഈ പ്രസംഗ ഇതാ ഇണ്ടത്തോട് കൂടി ഞാൻ സ്റ്റോപ്പ് ആക്കറേ ഹക്ക് നിങ്ങൾ ചൊല്ലണോ
കാട്ടിത്തറകു സാധ്യമുണ്ടാ? ഇല്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത് കാട്ടിത്തറകു സാധ്യമുണ്ടാ? ഇല്ല. പിന്നെ എങ്ങനായിത്തിക്കറ് ഇത് ഇജ്മാഇറോ? ഇജ്മാഇറെ തൈരീഫ് നിങ്ങൾ പഠിക്കാത്ത സബുലല്ലേ? അല്ലെങ്കിൽ ഹക്ക് കൊന്തിന്നിട്ടും അതിനെ മൂടി വെച്ചതായ സബുലല്ലേ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കേക്കറല്ലേ? ഇമാം ബുഖാരി സ്വഹീൽ റിപ്പോർട്ട് ആക്കിയ ഹദീസ് അല്ലേ? കൈഫ കാനത്ത് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലുള്ളതായ നിസ്കാരം എങ്ങനെയായിത്തെ സ്വഹാബിമാർ കണ്ടു പഠിക്കുകയായിട്ടല്ലേ കേട്ടോ? സ്വഹാബിമാരെ ഡൗട്ട് ക്ലിയർ ആക്കുകയായിട്ടല്ലേ കേട്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ ചന്ത നബി 23 നിസ്കരിച്ചത് നിങ്ങൾ അതുപോലെ നിസ്കരിക്കറോ? ആയിഷ റളിയല്ലാഹു അൻഹ എന്തിനെ ചൊന്നേ? മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റകഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലാവട്ടെ, റമളാനിൽ അല്ലാത്ത ടൈമിലാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 11 റകഅത്തിനെ കാട്ടിയാരെ നിസ്കരിച്ചിട്ടില്ല. ക്ലിയർ. അപ്പോ ഇത് നൂതനവാദമാ? ഇനി അത് മാത്രല്ല, നോക്കൂ, ഇമാം ബുഖാരി തർക്കയില്ലല്ലേ? അസഹുൽ ഖുതുബി ബഅദ കിതാബില്ലാഹി തആല അസ്സഹീഹുൽ ബുഖാരി നിങ്ങളും ചൊല്ലുറ ഞങ്ങളും ചൊല്ലുറ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞിട്ടെങ്കിൽ പ്രാമാണികമായിട്ട് എല്ലാവരും ഏകകണ്ഠമായിട്ട് അംഗീകരിക്കുന്ന ഗ്രന്ഥമായിട്ട് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി. അങ്ങനെ ഉണ്ടായെങ്കിൽ ഇമാം ബുഖാരി നിങ്ങൾ നൂതനവാദി എന്ന് ചൊല്ലണം. എന്തേ? ഇമാം ബുഖാരി ഈ ഹദീസ് കൊടുക്കുന്നത് ഒരു ഹെഡിങ് ഇട്ടിട്ടായിരിക്കും സഹീഹുൽ ബുഖാരിയിൽ. നിഷേധിക്കുക സാധ്യമുണ്ട്. എന്തൊരു ഹെഡിങ്? എന്തൊരു ഹെഡിങ് ഇട്ട് കൊടുക്കറോ? ബാബു സലാത്തു തറാവി. എന്തോ ബാബു സലാത്തി തറാവി, തറാവി നിസ്കാരത്തൊരു അധ്യായ ചൊല്ലതായ ഒരു ഹെഡിങ് ഇട്ട് തൈത്തിക്കറ് ഇമാം ബുഖാരി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ആക്കിയ ഹദീസ് ഇട്ട് കൊടുക്കറോ? ഇബ്നു ഹജർ അസ്കലാനി ഹദീസിന്റെ വിശദീകരണത്തിൽ ചൊല്ലു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ റമളാനിലുള്ള നിസ്കാരത്തിന് ഇത് തെളിവായിത്തിക്കറ്. ഫത്ഹുൽ ബാരിയിൽ ബുഖാരിയുടെ ശറഹിൽ ഇമാം ഇബ്നു ഹജർ അസ്കലാനി വിവരണാക്കറ്. എത്ര ക്ലിയർ! ഇതല്ല സലഫിറങ്ങ് അയക്കൊണ്ടുള്ളേ. നിങ്ങളെ കണക്കിൽ ഇമാം ബുഖാരി നൂതനവാദിയ എന്ത് കയത്തിക്കറ് മുസ്ലിയാക്കന്മാരെ? ഇത് ഞങ്ങളെ മേലെ നിങ്ങൾ വെച്ച് കെട്ടാറേ തീന്തില്ലേ? ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഓതിയതായ ഒരു ഹദീസ് ഏതായിത്തിക്കറ് ഹദീസ്? സായിബ് ഇബ്നു യസീദ് റിപ്പോർട്ട് ആക്കിയതായ ഹദീസ്. കാനു യഖൂമൂന അലാ ഹദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റകഅ. മുസ്ലിയാർ ഇതേ സ്റ്റേജിൽ ചെന്നതായിത്തിക്കറ് സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ കാനു യഖൂമൂന അലാ അഹദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 20 റകഅത്ത് നിസ്കരിച്ചിരാറ്. നിസ്കരിക്കുകയായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചിട്ടുണ്ട് ചൊന്തു. നാ കേക്കറേ ഈ സായിബ് ഇബ്നു യസീദ് ചൊല്റാള് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തിൽ ജീവിച്ച ആള് ചൊന്തു. നിങ്ങൾക്ക് തെളിയിക്കുക സാധ്യമുണ്ടാ? പിന്നെ എങ്ങനെയായി തിക്ര ഈ ഹദീസ് സ്വീകാര്യമാവടോ? ഉമർ റളിയല്ലാഹു അൻഹു 20 റകഅത്ത് നിസ്കരിച്ചിട്ട് ചൊന്തു. ഇതാ തെളിയിക്കുക സാധ്യമുണ്ടാ? ഇല്ല. ഉമർ റളിയല്ലാഹു അൻഹു ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലും തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലും ആൽമാർഗ ഇമാമത്തായിട്ട് 11 റകഅത്ത് നിസ്കരിച്ചത് ഇമാം മാലിക് മുഅത്തൽ രേഖപ്പെടുത്തില്ലേ? അപ്പൊ എന്ത് കൈത്തിക്കറ് സഹോദരന്മാരെ? ഹക്കിനെ നിങ്ങൾ നിഷേധിക്കറോ? അതായിത്തിക്കറ് ഞങ്ങൾ തറാവി നിസ്കരിക്കുന്നതിക്ക് പ്രമാണമുണ്ടോ? ഞങ്ങളെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് കാട്ടിത്തന്നതായിത്തിക്കറേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക എത്തിക്കറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക എത്തിക്കറേ. ഇനി 20 നിങ്ങൾ നിസ്കരിക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമാമിങ്ങൾ ചൊന്നറാറ് നിങ്ങൾക്ക് അത് തെളിവായിത്തിക്കറേ. ബട്ട് 13 നിസ്കരിക്കുന്നത് ബിദ്അത്ത്, അത് നൂതനവാദായിത്തിക്കറേ. അത് സ്വഹീഹല്ല, അത് അസഹ്ക്ക് എതിരായിത്തിക്കറേ. നിങ്ങൾക്ക് ആര് ഇത് പഠിപ്പാട്ടീരോ? ആ ഇമാമുടെ പേരൊന്നു ചൊല്ലോ.
അതായിത്തിക്കറ് ഈ വിഷയത്തിൽ ചൊല്ലുകൊള്ളേ. അതുകൊണ്ട് സഹോദരന്മാരെ, ദീനരെ മനസ്സിലാക്കണത് പ്രമാണബദ്ധമായി തിക്കറ്, ദലീലരുടെ അടിസ്ഥാനത്തിലായി തിക്കറ്. ഇല്ലെങ്കില് ഞങ്ങളെ കാര്യ ഖേദകരമായി തിക്കറ്. അള്ളാഹുരെ റസൂലുരോ മറന്നിട്ട് ഞങ്ങൾക്ക് ജീവിക്കുക സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರೋ ചര്യക്ക് വിരുദ്ധമായിട്ട് ജീവിക്കുക ഞങ്ങൾക്ക് സാധ്യമല്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസായിൽ അള്ളാഹു ചൊന്ന ആരെങ്കിലും അല്ലാഹുരെയും അല്ലാഹുവിന്റെ റസൂലുരെയും അനുസരിച്ചിട്ടായെങ്കിൽ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആരെങ്കിലും ഒരുത്ത അല്ലാഹുരെയും അല്ലാഹുവിന്റെ റസൂലിനെയും ഒരുത്ത അനുസരിച്ചിട്ടായെങ്കിൽ ഫൗലൈക ആ വിഭാഗ ആൾമാർ ആരൊട്ടികായി തിക്റാറ് മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം അല്ലാഹു അനുഗ്രഹിച്ച് അല്ലാഹു ബഹുമാനിച്ച ആൾമാരൊട്ടികായി തിക്റാറങ്ങ. ആരായി തിക്റാർ? അല്ലാഹു ബഹുമാനിച്ച് അല്ലാഹു അനുഗ്രഹിച്ച ആൾമാർ ആരായി തിക്റാറങ്ങ? മിനൻ നബിയ്യീന വസുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അത് അല്ലാഹുവിന്റെ നബിമാരായി തിക്റാറ്, അമ്പിയാക്കന്മാരായി തിക്റാറ്, സത്യസന്ധന്മാരായ സുദ്ദീഖീങ്ങളായി തിക്റാറ്, ശുഹദാക്കന്മാരായി തിക്റാറ്, സ്വാലിഹീങ്ങളായി തിക്റാറ്. വഹസുന ഉലൈക റഫീഖാ. ആ ചങ്ങായിപ്പാട്, ആ കൂട്ടുകെട്ട് അത് എത്ര നല്ല ഒരു ചങ്ങായിപ്പാടായി തിക്കറ്. നാളെ പരലോകത്തില് സ്വർഗത്തില് അമ്പിയാക്കന്മാരൊട്ടിക കൂടരുത്, സിദ്ദീഖീങ്ങളൊട്ടിക കൂടരുത്, ശുഹദാക്കന്മാരൊട്ടിക കൂടരുത്, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ സ്വാലിഹീങ്ങളായ ആൾമാരൊട്ടികെ നാളെ സ്വർഗീയ ഭവനത്തിൽ ഒത്തുകൂടരുത്. അത് എത്ര നല്ല കൂട്ടുകെട്ടായി തിക്കറ്. ഇതായി തിക്കറ് ഞങ്ങൾ ആഗ്രഹിക്കണായേ. ഇതായി തിക്കറ് വിജയ, ഇതായി തിക്കറ് മോക്ഷ സഹോദരന്മാരെ. അതുകൊണ്ട് ചിന്തിക്കൂ, ഞങ്ങളെ മേലെ നിങ്ങൾ ആരോപണാക്കുക വരണ്ട. ഞങ്ങൾക്ക് ഖബർ സിയാറത്തില്ല, നമുക്ക് ദിക്റില്ല, ഞങ്ങൾക്ക് സ്വലാത്തില്ല, എന്തും ഇല്ല. ഞങ്ങൾക്ക് അങ്ങ് ഔലിയാക്കന്മാരെയും അതേപോലെ ബദരീങ്ങളെയും പറയിരെ ദൂരെ ആൾമാരായി തിക്കറ. ഇതെല്ലാം നിങ്ങൾ പാവപ്പെട്ട ആൾമാർക്ക് നിങ്ങൾ ചെന്നു കൊടുക്കറോ? അല്ലാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടിയതായ ഒരു ദിക്റും ഞങ്ങൾ നിഷേധിക്കില്ല. നിഷേധിച്ചേണ്ടവൻ ഇസ്ലാം അല്ല മയ്യാവലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടിയതായ ദിക്ർ, സ്വലാത്ത്, സുബൈക്കും മോന്തിക്കും ചെന്ന് തീർക്കുന്നതായ ദുആ, ദിക്ർ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ വന്നത് ഇത് ഒന്നും കൈപുടാമാറ് സ്വീകരിച്ചിട്ട് അതുപോലെ അമലാക്കുന്ന ആൾമാരായി തിക്കറണങ്ങ. പിന്നെ അള്ളാന്റെ റസൂലുക്ക് പരിചയമില്ലാത്തത്, സ്വഹാബിമാർ ചൊല്ലാത്തത്, അതേപോലെ താബീങ്ങ ചൊല്ലാത്തത്, 3 ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ചുപോയ ആൾമാർക്ക് പരിചയമില്ലാത്തത്, ദീനിൽ ഒരുത്ത പുതിയതായി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ട് ഇത് സലാത്തായി തിക്കറ്, ഇത് ദിക്റായി തിക്കറ്, ഇത് ചൊന്നെങ്കിൽ ആ പ്രതിഫലമുണ്ട്, ഈ പുണ്യമുണ്ട് ചൊന്നിട്ടായെങ്കിൽ പ്രമാണത്തിന് എതിരായി തിക്കറ്, അതിനെനിക്ക് സ്വീകരിക്കുക സാധ്യമല്ല. ഇതായിട്ട് ഈ വിഷയത്തിൽ നമുക്ക് ചെല്ലുകില്ല. ക്ലിയർ സഹോദരന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലാത്തവന് മുസ്ലിമ കാഫിറായി തിക്കറവണു. ഞങ്ങളുടെ മേലുള്ള നിങ്ങൾ ആരോപണം ഞങ്ങൾ ചൊല്ല കാഫിർ. ഒരുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കരുതി കൂട്ടിട്ട് നബിയുടെ മേൽ ನಾನು സലാത്ത് ചൊല്ലുല്ല ചൊന്തു ഒരുത്ത വാസി പിടിച്ചിട്ടെങ്കിൽ ഇസ്ലാമിൽ ഇമീഡിയറ്റ്ലി സെക്കൻഡിലാണ് പുറത്തു പോയ കാഫിറായി തിക്കറ. അല്ലാഹുവിന്റെ ഖുർആനിಗೆ എതിരായി തിക്കറി. എന്തേ? ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിശ്ചയമായിട്ടും അല്ലാഹും അല്ലാഹുവിന്റെ മലായികത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുறாரு. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹല്ലദീന ആമനൂ,
ഓ വിശ്വാസ ഇന്ന മൂമിനീങ്ങളെ, വിശ്വാസില്ലാത്ത ആൾമാരെ വിളിച്ചിട്ട് അള്ളാഹു ചൊന്നതല്ല, മൂമിനീങ്ങളെ വിളിച്ചു ചൊന്നേ. വിശ്വാസമില്ലാത്ത ആൾമാർ, കുഫുർ മനസ്സിൽ വെച്ചിട്ട് പ്രവർത്തിക്കുന്നതായ ആൾമാർ, ബിദ്അത്തിന്നതായ ആൾമാർ, ബിദ്അത്താക്കുന്നതായ ആൾമാർ, നിങ്ങൾ സ്വലാത്ത് ചൊന്നിട്ടും കാര്യമില്ല, ദിക്ർ ചൊന്നിട്ടും കാര്യമില്ല. അള്ളാഹു മൂമിനീങ്ങളെ വിളിച്ചിട്ടായി ദിക്ർ ചൊല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസിയായ മുഅ്മിനീങ്ങളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, ആ നബിയുടെ മേൽ സ്വലാത്തും സലാമും നിങ്ങൾ ചൊല്ലറൂ. സൂറത്തുൽ അഹ്സാബ് ആയത്തെ ദിക്ർ. ഈ ആയത്ത് ഇറങ്ങിയതായ സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗೆ സ്വഹാബിമാർ കേട്ടാരല്ല, ഇമാം ബുഖാരി റിപ്പോർട്ടാക്കരല്ലേ. സഹീഹുൽ ബുഖാരിയിൽ 4-5 മൂത്തില് ഈ ഹദീസ് ബന്നര്. എന്തായി ദിക്ർ? നബിയേ, ഇതാ അള്ളാഹുടെ ഖുർആനിൽ നിങ്ങളെ മേൽ സലാത്തും സലാമും ചൊല്ലുക ആയത്തിറങ്ങിയത്. എങ്ങനെ ആയിത്തിക്കർ നബിയേ, നിങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലണ എനിക്ക് നിങ്ങൾ പടിപ്പാട്ടി തറോ. അങ്ങെന്തു എല്ലാരും ഒട്ടിಗೆ കൂടിയിട്ട് ഒരു മീറ്റിംഗ് ಆಗಿತ್ತು. ഇതാ പുതിയ സലാത്ത് അങ്ങാക്കിത്തില്ല, ആയത്ത് കേട്ടപ്പ പുതിയ സലാത്ത് ആക്കില്ല. ഇന്ന് എന്തിനുള്ള സലാത്ത് നിങ്ങൾ നോക്കൂ, സലാത്തു താജ്, സലാത്തു നാരിയ, സലാത്തു തിബ്, ഇങ്ങനെ ഓരോരോ ആയത്തിൽ ഓരോരോ മുസ്ലിം ആക്കുന്നതായ സ്വലാത്ത്. പിന്നെ അള്ളാന്റെ റസൂല് പടിപ്പാട്ടിയതായ സ്വലാത്ത്, ഞങ്ങ ഇതാ നിസ്കാരത്തിൽ ചൊല്ലതായ അത്തയ്യാത്തിൽ ചൊല്ലതായ സ്വലാത്ത്, മയ്യത്ത് നിസ്കാരത്തിൽ രണ്ടാമത്തെ തക്ബീർക്ക് കൈകെട്ടിട്ട് ചൊല്ലതായ സ്വലാത്ത്, ഇതിനെ ഇതാ ബൽച്ചെറിഞ്ഞിട്ട് ഈ സ്വലാത്ത് ഇബ്രാഹിമിയായ സ്വലാത്ത് ഒരു പ്രത്യേകതയും കൊടുക്കാമാറ്. ഏതാ ഒരുത്ത വെച്ച് കെട്ടിയതായ സ്വലാത്ത് പ്രത്യേകത കൊടുക്കുകയോ അതിന്റെ പേരിൽ ഹൽക്കാക്കുകയും മജ്ലിസാക്കുകയോ തൗഹീദുള്ള ആൾമാർ, മൂമിനീങ്ങളായ ആൾമാർ നിങ്ങൾക്ക് കിയാമത്ത് നാളത്തോളം കിട്ടൽ. അത് നിങ്ങൾ കിനാവിൽ കൂടെ ബിയരിക്കരുത്, വേണ്ട. സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടാറങ്ങ എങ്ങനെ നിങ്ങൾക്ക് നബി എന്നാ സ്വലാത്ത് ചൊല്ലോ. ബുഖാരി ആയത്ത് റിപ്പോർട്ട് ആക്കറോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു ഖൂലു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരകത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. 3-4 രൂപത്തിൽ സഹീഹുൽ ബുഖാരിയിൽ സ്വലാത്ത് ബന്നറി. അപ്പൊ നോക്കൊരു സഹോദരന്മാരെ, ചിന്തിക്കൊരു, മനസ്സിലാക്കൊരു. ഇതായിത്തിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടി കൊടുത്തതായ സ്വലാത്ത്. അതായിത്തിക്കർ ഞങ്ങളെ ഖുത്ബയുടെ തുടക്കത്തിൽ ഞങ്ങൾ ചൊല്ലോ, ഞങ്ങളെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ചൊല്ലോ, പ്രതി ഒരു ഫർളും സുന്നത്ത് നിസ്കാരത്തിൽ അത്തയ്യാത്തിൽ ഞങ്ങൾ ചൊല്ലോ, മയ്യത്ത് നിസ്കാരത്തിൽ ചൊല്ലോ, ഞങ്ങളെ ദൈനംദിന ജീവനത്തിൽ ഞങ്ങൾ ജാവും പോലുമായിട്ട് ചൊല്ലതായ സ്വലാത്ത്. ഈ സ്വലാത്ത് ചൊല്ലാത്തവന് മുസ്ലിമാ അല്ലേ? അല്ല. അതുകൊണ്ട് ചിന്തിക്കറു, നിങ്ങൾ വെറുതെ ആരോപ ഇട്ടിട്ട് നിങ്ങളെ ഖുറാഫാത്തിനെ സാബിത്താക്കു സുബൂത്താക്കു നോക്കണ്ട. ഇൻഷാ അല്ലാഹ് സാധ്യല്ല. അള്ളാഹു ഹക്കിന് കൂടെ ആയിത്തിക്കറ, ഹക്ക് വിജയിക്കും. അതേപോലെ ദിക്റില്ല ചൊല്ലറ ആൾമാര് ദിക്റ് കൊണ്ടു ജാവു പോലും ചൊല്ലറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പടിപ്പാട്ടിര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടത ദിക്റ് ഞങ്ങൾ ചൊല്ലൂല്ലേ. ഇതിനിടയ്ക്ക് നിങ്ങൾ ഒരു 2 വാരം മുന്നേ വാട്സാപ്പിലെല്ലാം നിങ്ങൾ നോക്കി തിക്കുവാറ്. ഒരു മുസ്ലിയാരൊട്ടിಗೆ ഒരാള് നിങ്ങൾ ദിക്റ് ചൊല്ലുമ്പോൾ ಅಥವಾ ഷാദുൽ റാത്തീബ്, അത് വേറെ ഒരു സബ്ജക്റ്റ് ആയി തിക്റ് ചൊന്തു തീർക്കുന്നുണ്ടായെങ്കിൽ 12 ಗಂಟೆ ജാവും. ഞാൻ അത് വിശദീകരിക്കില്ലേ. അപ്പൊ ഈ റാത്തീബെല്ലാം നിങ്ങൾ ചെല്ലறதுக்கு പ്രമാണം ഇല്ല, അതോടെ കേട്ട്. ഇത് ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾ ആടുറാറല്ലേ, തുള്ളുറാറല്ലേ, ഡാൻസ് ആക്കുറാറല്ലേ, ಇದಕ್ಕೆ എന്തെങ്കിലും തെളിവുണ്ടോ ചൊന്ത ഒരു മുസ്ലിയാരൊട്ടിಗೆ കേട്ടപ്പോ വാട്സാപ്പിലെല്ലാം ബന്ധമേ വായിസ് ആയി തിക്റ്. അയാൾ എത്ര ചൊന്ന് പിടിയുണ്ട. ಅದಕ್ಕೆ തെളിവ് വിശുദ്ധ ഖുർആനിലെ ആയത്തെ ഉണ്ട്. എന്തോ അല്ലാഹു ഖുർആനിലെ സൂറത്ത് ആലി ഇംറാൻ അല്ലാഹു ചൊന്ന അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം. നോക്കൂ ഖുർആനിലെ ഒരു കലികൊമ്പായിട്ട് കണ്ടു. എന്തോ അതിനർത്ഥ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആൾമാര് അങ്ങ് യദ്കുറൂനല്ലാഹ അല്ലാഹുവിനെ നെനപ്പാക്കുറാറ്, സ്മരിച്ചോണ്ടിരിക്കുറാറ്. ഖിയാമൻ നിന്തും വഖൂദൻ ദച്ചിത്തും വഅലാ ജുനൂബിഹിം കിടന്നിട്ട് എല്ലാം അങ്ങ് അല്ലാഹുവിനെ നെനപ്പാക്കുറാറ്. ഇതായി തിക്റ്. ഈ ഞങ്ങൾ റാത്തീബാക്കുമ്പത്തേക്ക് തുള്ളുറதுக்கு ഡാൻസ് ആക്കുന്നதுக்கு തെളിവു ഒരു മുഫസ്സിർ പേര് ചെന്നിട്ട് ഞങ്ങൾക്ക് സന്തോഷാവത്ത് ഇല്ല. വേറെ ഒരു ഉദാഹരണം ഇയാൾ ചൊന്നത്. അതുകൊണ്ട് ഈ സദസ്സിൽ അത് നാ ചൊല്ലുള്ളേ, അത് ചെല്ലതായ സദസ്സല്ല. അതുകൊണ്ട് അത് ചൊന്നിട്ടെങ്കിൽ പിന്നെ ആൾമാരെല്ലാം മുഖ കാട്ടിക്കു സാധ്യമല്ല.
അങ്ങനത്തെ നീചമായ ഒരു ഉദാഹരണമായി ദിക്റ് ചൊല്ലുമ്പോഴത്തേക്കു ആടുறது കയ്യാൽ ചൊന്നോ അത് ഞാൻ ഇവിടെ വിശദീകരിക്കില്ല. അപ്പൊ ചിന്തിക്കൊരു സഹോദരന്മാർ, ഇതൊക്കെ പ്രമാണമില്ലേ? അപ്പോ ഇത് ഞാൻ സത്യാവസ്ഥ വാട്സാപ്പിൽ ഇതിനെ ഞാൻ പ്രചരണാക്കിയതായ സന്ദർഭത്തില് നക്കെതിരെ ബെതിരിക്കൈത്തിക്കറ് കൊല്ലുവേ, നിങ്ങളെ മേലിൽ കേസ് എടുക്കുവേ, നിങ്ങൾക്ക് ലോയർ നോട്ടീസ് കടത്തുവേ, അങ്ങനെ ആക്കുവേ, ഇങ്ങനെ ആക്കുവേ, ബുഡലനാണ്. അള്ളാഹുരെ ദീന് ചൊല്ലൂ. അള്ളാഹുരെ ദീന് ചൊന്നതിന്റെ പേരിൽ ജയിലിൽ തേക്കുള്ളതായ ഒരു തൗഫീക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ട് കയ്യിലും സ്വീകരിക്കുക തയ്യാറ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ കിടന്നത് എന്ത് അപരാധിയായിത്ത? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അയാളെ ജീവനത്തിനോ 3/4 ഭാഗം ജയിലിലായിത്തേക്ക് അയാൾ കളിച്ചു കൂട്ടിയോ? എന്ത് അപരാധിയായിത്ത? അല്ലല്ലേ സഹോദരന്മാരെ. അതുകൊണ്ട് അത് വലിയ വിഷയം എന്തോ അല്ല. അതിൽ നിങ്ങൾ പേടിപ്പിക്കണ്ട. പ്രമാണ കൊണ്ടുത്തോ ബാത്തിലിന്റെ നേരിടൊരു ബാത്തിൽ കൊണ്ടുത്തല്ല നേരിടുള്ള എല്ലാം ഉണ്ട്. ഖബർ സിയാറത്തുണ്ട്, ഖബർ ആദാബുണ്ട്, അല്ലേ? ഖബർ ആദാബുണ്ട്. നിപ്പാട്ട് നിന്റെ മുന്നിൽ പ്രസംഗം നടത്തിയ ഒരു പ്രഭാഷക അല്ല പ്രസംഗത്തിൽ ശരി വന്ന ഒരു സബ് ലിസാൻ ഇനി നാളെ അതിനെ ക്ലിപ്പാക്കിയിട്ട് നിങ്ങൾ ചൊല്ലണ്ട. ഖബറുൽ അദാബ് മാത്രം ഇക്കറോ അവിടെ നിങ്ങൾക്ക് റഹ്മത്തില്ലേ? അല്ലാ സത്യവിശ്വാസിയായ ആൾമാർക്ക് ഖബറിൽ റഹ്മത്തായി തിക്കറ്. നമുക്ക് നൗമത്തില്ല റൂസ് പുതിയാപ്പിള കിടന്നിട്ട് ഉറങ്ങിയതുപോലെ നീ കിടന്നിട്ട് ഉറങ്ങി ചെന്ന് മലായിക്കത്തിങ്ങ ബന്ധു ചൊല്ലുവാറ്. അനക്ക് സ്വർഗത്തിന് ബിരിപ്പിനെ ഖബറിൽ വിരിച്ചു കൊടുക്കും. അതേപോലെ സ്വർഗത്തിന് ബായിൽ അനക്കുള്ള ഖബറിൽ ഓപ്പൺ ആക്കിത്ത് കൊടുക്കും. അങ്ങ് അതിനെ കണ്ടിട്ട് ആഹ്ലാദിച്ച് സന്തോഷത്തില് അല്ലേ ഖിയാമത്ത് നാൾ ഹിസാബിന് ടൈം ആയത് അനക്ക് പിടിയാവില്ലേ? അസ്ഹാബുൽ കഹഫ് കിടന്നിട്ട് ഉറങ്ങിയതുപോലെ അങ്ങ് അത്ഭുതപ്പെടുവാറുണ്ട്. അങ്ങ് ഇപ്പൊ കിടന്നിട്ട് ഉറങ്ങിയ ആൽമാരായി തിക്ര. അത്ര വലിയ അനുഗ്രഹമായി തിക്ര്. അള്ളാഹുരെ ഇഷ്ടദാസന്മാരായേ സ്വാലിഹീങ്ങളായേ തൗഹീദിൽ അടിയുറച്ചിട്ട് ഇസ്തിഖാമത്തിൽ നിന്ന് മരിക്കറോടത്തോളം തകരാമാറ് പതരാമാറ് ഉറച്ചു നിന്ന ആൽമാർക്ക് കിട്ടുന്നതായ ശുഭവാർത്ത എത്തിക്കുന്നത്. അതേപോലെ കറാമത്ത് മുഅ്ജിസത്ത് അള്ളാഹു അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്ത് ഔലിയാക്കന്മാർക്ക് കറാമത്ത് കൊടുത്തുക. ഞാൻ അത് വിശദീകരിക്കില്ല, നീ പാട്ട് വിശദീകരിച്ചത് എത്തിക്കറേ. നോക്കൊരു സഹോദരൻ, ഇത് അങ്ക് ബേന്മായതുപോലെ യൂസാക്കുള്ളതല്ല. ഇത് ആരും നിഷേധിച്ചിട്ടില്ലേ? മഹദിയായ മറിയം റളിയല്ലാഹു അൻഹ കറാമത്ത് വിശുദ്ധ ഖുർആൻ ചൊല്ലു. ദുനിയാവിൽ കിട്ടാത്തതായ അല്ലെ സ്വർഗത്തിന്റെ ഭക്ഷണ ദുനിയാവിലെ തിന്ത് സക്കറിയ നബി അലൈഹി സ്വലാം അത്ഭുതപ്പെട്ടത് കേട്ടത്തിൽ അന്നാലഖി ഹാദാ ഖാലതു ഹു മിൻ ഇൻദില്ല. ഇത് നിന്റെ റബ്ബുടെ ഭാഗത്തിൽ നമുക്ക് കിട്ടിയതായി തിക്കറ്. ഇത് എന്തിനെ ചൊന്ത് കേട്ടതായ സന്ദർഭം അത് കറാമത്തായി തിക്കറ്. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നതായ സന്ദർഭത്തില് അള്ളാഹു ഇഷ്ടപ്പെട്ടെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെട്ടെങ്കിൽ അള്ളാഹു കൊടുക്കുന്നതായ ഗിഫ്റ്റ് ആയി തിക്കറ്. ഇത് ഹയാത്ത് കാലത്തും അതേപോലെ മരിച്ചെന്ന് പിന്നെയും അള്ളാഹു താല കൊടുക്കറ. മരിച്ചെന്ന് പിന്നെ കറാമത്ത് മുറിയില്ലേ, കറാമത്ത് കൊടുക്കുക. അതായത് തിക്കറ് വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചൊന്നേ, നിങ്ങൾ വിചാരിച്ചു പോയിരണ്ട അള്ളാഹുരെ മാർഗത്തിൽ അള്ളാഹുരെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് കൊല്ലപ്പെട്ടതായ ഷഹീദായ ആൽമാർ അംവാതൻ മരിച്ചു പോയിരാർ ചൊന്ന് നിങ്ങൾ വിചാരിച്ചു പോയിരണ്ട. ബൽ അഹ്യാഉ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുരെ അടുത്ത് ഹയാത്തുള്ളാറ് അള്ളാഹു അങ്ക് കൊടുക്കുന്നത് കൊടുത്തോണ്ടുള്ള ദുഃഖ സഹോദരന്മാരെ. അപ്പൊ അള്ളാഹുരെ പേടിച്ചിട്ട് അനുസരിച്ചിട്ട് തഖ്വയിൽ ജീവിച്ച ഒരാൾ മരിച്ചിട്ടെങ്കിലും അള്ളാഹു അയാളെ സംരക്ഷണക്കറ. അപ്പോ കറാമത്ത് ഒരു ബിസിനസ് ആയിട്ട് മാറിയതായ ഒരു കാലത്തേക്ക് അഡ്രസ് ഇല്ലാത്തതായ എത്ര ദർഗാലെ ഖബർ കെട്ട വിഷയത്തിന് പറഞ്ഞ കേട്ടാറ്. ഒരു ഹദീസ് പോലും ഇല്ല നബിരെ. അവസാനത്തെ സമയത്ത് അന്ത്യസമയത്ത് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പലക്കൈതായിത്തിക്കറ ലഅനല്ലാഹു യഊദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു യഹൂദിമാരെയും നസറാനിമാരെയും ലഅനത്തിട്ട് എന്ത് കൈത്തിക്കറ ലഅനത്തിട്ടോ അങ്ങ് അംബിയാക്കന്മാരെ ഖബറോ കെട്ടിട്ട് ഒരു ആരാധനാലയത്തെ അങ്ങാക്കി തീർത്താറ്. അമ്പിയാക്കന്മാരെ ഖബറു മനുഷ്യന്മാരിൽ വെച്ചിട്ട് പവിത്രമായ ആൾമാരിൽ അമ്പിയാക്കന്മാർ അങ്ങനെ ഖബർ. ഇണ്ട് ഞങ്ങളുടെ രായത്തിലും ചുറ്റുമൊത്തലും ഇങ്ങനെ നോക്കൊരു ഒരു അഡ്രസ്സും ഇല്ലേ. കല്ലായെങ്കിലും സമ, മുല്ലായെങ്കിലും സമ, മരത്തിലെ ബേറായെങ്കിലും സമ, പിന്നെ കയ്യായെങ്കിലും സമ, കാലായെങ്കിലും സമ, മൂക്കായെങ്കിലും സമ. കടലിന്റെ അർഗത്തിൽ വാടല്ല ദർഗ ഉണ്ടാ അതെല്ലാം കയ്യും കാലും മൂക്കുമായി തിക്കറ്. നോക്കൊരു സഹോദരന്മാരെ. അപ്പൊ അഡ്രസ് ഇല്ലാത്തത് കൂടെ ഉണ്ട്. ഞങ്ങൾ ആൾമാർ കെട്ടിത്ത് 3 ഫീറ്റ് 4 ഫീറ്റ് ഹൈറ്റിൽ കെട്ടിത്ത് അത്ര ഉദ്ധത്തിൽ കെട്ടിത്ത് ആരാധന കേന്ദ്രമായിക്കൊണ്ടുള്ളാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല എന്നെ തിട്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചേ അല്ലെ അള്ളാഹുടെ റസൂലിന്റെ സാപത്ത് ഗുരിയായിട്ട് തീർന്നാറ് ഞങ്ങളെ സമുദായ. ഇൻഷാ അല്ലാഹ് സന്ദർഭത്തിൽ വിശദീകരിക്കുക പോയിട്ടെങ്കിൽ എന്നൊരു സന്ദർഭത്തിൽ വിശദീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കിയിട്ട് ഹഖിൽ നിലനിൽക്കുക.
അല്ലാഹു ഞങ്ങൾക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അർഹമർ റഹീമായ അൽ മലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ തമ്പുരാനെ, അറിഞ്ഞിട്ടും അറിയാമാറും രഹസ്യമായിട്ടും പരസ്യമായിട്ട് വന്നുപോയെ എല്ലാ പാപത്തിനും പുറത്തു ഞങ്ങൾക്ക് നീ മാഫാക്കി താ റബ്ബേ. അല്ലാഹുവേ, ഹിദായത്ത് ചൊല്ലതായ ആ ഒരു അമൂല്യമായ രത്നം ഞങ്ങളെ ഹൃദയത്തിൽ നീ താ റഹ്മാനെ. ആ ഹിദായത്തിൽ നിന്ന് വ്യഭിചരിച്ചു പോയ ആൽമാർക്ക് നീ ഹിദായത്ത് കൊടു റഹ്മാനെ. കഴിഞ്ഞ വർഷം റമളാൻ ഞങ്ങളൊട്ടിക്ക് നോമ്പ് തുറന്ന ആൽമാർ, ഞങ്ങളൊട്ടിക്ക് തറാവി നിസ്കരിച്ച ആൽമാർ, ഞങ്ങളെ ക്ലാസ്സിൽ വെച്ച ആൽമാർ, ഈ പരിശുദ്ധമായ റമളാൻ പറയുമ്പോൾ അങ്ങ് ബർസഖിയായ ലോകത്തിലെത്തിക്കരേ. ഞങ്ങളെ സ്ഥിതിഗതി എന്തോ ഞങ്ങൾക്ക് പിടിയില്ല. അള്ളാഹുവേ, ഞങ്ങളെ ഖബർ നീ വിശാലമാക്കി കൊടു റഹ്മാനെ. അങ്ക് നീ മഗ്ഫിറത്ത് കൊടു റഹ്മാനെ. അങ്ങളെയും ഞങ്ങളെയും സുഖലോക ഭവന ജന്നാത്തുൽ ഫിർദൗസിൽ ഒട്ടിക കൂടെ ഉള്ളതായ തൗഫീക്ക് അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തന്ന് അനുഗ്രഹിക്ക റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ ക്ലാസ് കേട്ട പ്രസംഗ കേട്ട് ഈ റായത്തെ ആൽമാർ, ചുറ്റുമത്തിലുള്ള ആൽമാർ അള്ളാഹുവെ ഹക്ക് പോലെ മനസ്സിലാക്കുള്ളതായ തൗഫീക്ക് നീ കൊടുത്തു അനുഗ്രഹിക്ക റഹ്മാനെ. പൗരോഹിത്യത്തിൽ നിന്ന്, ശൈത്താന്റെ ദുർബോധത്തിൽ നിന്ന് അങ്ങളെയും ഞങ്ങളെയും നീ കാത്തു സലാമത്താക്ക തമ്പുരാനെ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഹു അരിനൽ ബാതില ബാതിലൻ വർസുഖ്ന ഇജ്തിനാബ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.